Hi dear friends, welcome to yet another session of Mission Banker. Yes. അപ്പോൾ മിഷൻ ബാങ്കറിൻ്റെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസണിങ് ആണ്. നമ്മൾ റീസണിങ് കണ്ടിട്ട് കുറേ ആയില്ലേ, എനിക്ക് തോന്നുന്നു റീസണിങ്ങിൻ്റെ ആ ഒരു സിലജിസം എന്നുള്ള ആ ഒരു ഒറ്റ ചാപ്റ്ററേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിൽ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അതായത് ഒരു ബാങ്ക് എക്സാമിനേഷനിൽ അവർ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. വെൻ ഡയഗ്രാം വരച്ച് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനത്തെ പ്രോബ്ലംസ് വെൻ ഡയഗ്രാംസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം അല്ലേ. ആ ഒരു പ്രോബ്ലം കണ്ടിട്ട് നമുക്ക് എങ്ങനെ, സാധാരണ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടു കൺക്ലൂഷൻ ആണ്. ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിക്കും, എന്നിട്ട് അതിന് വെൻ ഡയഗ്രാം വരയ്ക്കും, പിന്നെ നമ്മൾ കൺക്ലൂഷൻസിലേക്ക് വരും. അത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നമുക്ക് വെൻ ഡയഗ്രാം വരച്ച് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് കുറച്ചും കൂടെ ടൈം കൺസപ്ഷൻ കുറച്ചും കൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. സോ അങ്ങനെ നമുക്ക് വെൻ ഡയഗ്രാം ഇല്ലാതെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റണേ എന്നുള്ള കാര്യങ്ങളും നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തു, സിലജിസം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ റീസണിങ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് നമ്മൾ നോക്കിയിട്ട് കുറേ കാലം, ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പേപ്പറും അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് റീസണിങ് അങ്ങ് നോക്കാം. അപ്പോൾ റീസണിങ്ങിൽ നമ്മൾ രണ്ടാമതായി, ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ചാപ്റ്ററാണ് ഇന്നീക്വാലിറ്റീസ്. അപ്പോൾ എന്താണ് ഇന്നീക്വാലിറ്റീസ്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ അതിൽ എങ്ങനെയൊക്കെ പ്രോബ്ലംസ് അവർ ചോദിക്കും, അതിലും ഉണ്ടാവില്ല ഒരുപാട് ടൈപ്സും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോയാലോ. അപ്പോൾ അല്ലേ, നമ്മളിന്ന് നോക്കാൻ പോണത് റീസണിങ് ആണ്. റീസണിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇന്നീക്വാലിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാങ്ക് എക്സാമിനേഷൻ്റെ കാര്യം പറയുമ്പോൾ അല്ലേ, ബാങ്ക് എക്സാമിനേഷനിൽ ഇപ്പോൾ മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, കുറേ പേരെ പേടിപ്പിക്കുന്ന സബ്ജക്ട്സ് ആണ്. അത്രയും തന്നെ കുറേ ആൾക്കാർ ടഫായി, ബാങ്ക് എക്സാമിനേഷൻ എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയാലും കുറേ ആൾക്കാർ ഭയങ്കര ടഫായി ഫീൽ ചെയ്യണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീസണിങ് എന്നുള്ള പേപ്പറാണ്. കാരണം നമുക്കവിടെ നമുക്ക് മഗ് ചെയ്ത് കാണാതെ പഠിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. കാണാതെ പഠിച്ച് അല്ലെങ്കിൽ കുറേ ഇക്വേഷൻസ് ഒക്കെ മനസ്സിലാക്കി അങ്ങനെ, അല്ലെങ്കിൽ കുറേ ഇക്വേഷൻസിൽ നമ്മൾ എന്തെങ്കിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെയൊന്നും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് നമ്മുടെ റീസണിങ് എന്നുള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ ഈക്വലി എന്ന് തന്നെ നമുക്ക് പറയാം, മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൾക്കാർ എത്ര ടഫായിട്ടാണോ ഫീൽ ചെയ്യുന്നത് അത്രയും തന്നെ ടഫായിട്ടാണ് റീസണിങ്ങും ഫീൽ ചെയ്യുന്നത്. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യം ലോജിക്കാണ്. നമുക്കവിടെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നമുക്ക് ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ സിലോജിസം എന്നുള്ള ആ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോണ ആ ഒരു സ്റ്റൈൽ. നമുക്ക് ആദ്യം അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കാം, അതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളും, അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ബേസിക് ലെവൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് അതിൽ ഒരുപാട് ടൈപ്സ് ഉണ്ടാകും. നമ്മുടെ ബേസിക്സും നമ്മുടെ കോൺസെപ്റ്റും നമ്മൾ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് അവർ ചോദിക്കും. ആ ടൈപ്സ് എന്നൊക്കെ പറയുന്നത് ഈ ബേസിക്കിൻ്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ മാത്രമാണ്, അല്ലെങ്കിൽ വേറൊരു ഡയമെൻഷൻ മാത്രമാണ് ഈ ബേസിക് നമുക്ക് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കി തുടങ്ങാം ഇന്നീക്വാലിറ്റീസ്. ഇന്നീക്വാലിറ്റീസ്. അപ്പോൾ ഇന്നീക്വാലിറ്റീസ് എന്നുള്ളത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും നമുക്കൊരു ഇന്നീക്വാലിറ്റീസ് ഉണ്ട്, ലീനിയർ ഇന്നീക്വാലിറ്റീസ്. അതല്ല ഇത് വേറെയാണ്. ഓക്കെ, നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ഇന്നീക്വാലിറ്റീസുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. ഇത് റീസണിങ്ങിലെ ഇന്നീക്വാലിറ്റീസ് ആണ്. അപ്പോൾ എന്താണ് ഇന്നീക്വാലിറ്റീസ്, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നോക്കിക്കോളും. നിങ്ങൾക്ക് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും A less than B is equal to C less than or equal to D greater than or equal to E not equal to F. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ, ഒന്നോ രണ്ടോ കുറച്ച് നിങ്ങൾക്ക് കൺക്ലൂഷൻസും തന്നിട്ടുണ്ടാവും. A less than C, അതേപോലെ A is equal to D, കൺക്ലൂഷൻ 1 കൺക്ലൂഷൻ 2, അല്ലെങ്കിൽ മോർ ദാൻ 2 ഉണ്ടാവാം, ചിലപ്പോൾ 1 ഉണ്ടാവുള്ളൂ, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതെന്താണ്, ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സിലജിസത്തിലുള്ള പോലെ തന്നെ ഇവിടെയും നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കൺക്ലൂഷൻസ് ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഉള്ള ഡിറൈവ് ചെയ്ത 2 കൺക്ലൂഷൻസ് ആണ് തന്നിട്ടുള്ളത്. ചിലപ്പോൾ 2 കൺക്ലൂഷൻസും ശരിയായിരിക്കും, ചിലപ്പോൾ 2 തെറ്റായിരിക്കും, അല്ലെങ്കിൽ 1 ശരിയായിരിക്കാം, അല്ലെങ്കിൽ ഐദർ ഓർ കേസ് ആവാം, അല്ലേ? അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇൻഈക്വാലിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ അവർ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും. അതിലേതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് റോങ്, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ 2ഉം കറക്റ്റ് ആണോ? ചില 5 ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവും. ഐദർ 1 ഈസ് കറക്റ്റ്, അല്ലെങ്കിൽ ഐദർ ഓർ കേസ് ആവാം, അല്ലെങ്കിൽ ഓൺലി ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്, അല്ലെങ്കിൽ ഓൺലി കൺക്ലൂഷൻ 2 ഈസ് കറക്റ്റ്, നെയ്തർ 1 നോർ 2 ഈസ് കറക്റ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യും. ആ ഒരു ടൈപ്പിൽ അവർ ചോദിക്കും. അല്ലെങ്കിൽ എന്താണ്, അവർ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് കുറച്ച് കൺക്ലൂഷൻസ് തന്നിട്ടുണ്ടാവും. ഇതിൽ പോസിബിളേ അല്ലാത്ത കൺക്ലൂഷൻ ഏതാണ്, അങ്ങനെ അവർ ചോദിക്കാം. അതും അല്ലെങ്കിൽ അവർ കൺക്ലൂഷൻസ് തന്നിട്ടുണ്ടാവും ഒരു 5. ഇപ്പം നമ്മുടെ റിവേഴ്സ് സിലജിസം പറഞ്ഞ പോലെ നമുക്ക് റിവേഴ്സ് ഇൻഈക്വാലിറ്റിയിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കൺക്ലൂഷൻ കിട്ടേണ്ടത്, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഈ ഒരു കൺക്ലൂഷൻ ഡെഫിനറ്റ്ലി ട്രൂ ആവണമെങ്കിൽ അതിന് പറ്റിയ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്. അപ്പോൾ ഒരു കൺക്ലൂഷൻ ആവാം, മോർ ദാൻ 1 കൺക്ലൂഷൻസ് അവർ തന്നിട്ടുണ്ടാവും, വാട്ട് എവർ ഇറ്റ് മേ ബി. അല്ലെങ്കിൽ ഒരിക്കലും ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യാത്ത, അല്ലെങ്കിൽ ഈ ഒരു കൺക്ലൂഷൻ പോസിബിൾ അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്. ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അതേപോലെ കോഡഡ് ഇൻഈക്വാലിറ്റിയും ഉണ്ട്. കോഡഡ് ഇൻഈക്വാലിറ്റിയും നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻഈക്വാലിറ്റി എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ അവർ ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള പല ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇൻഈക്വാലിറ്റീസ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ഇരിക്കും എന്ന് മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇനി നമ്മൾക്ക് നോക്കാം എന്താണ് ഇൻഈക്വാലിറ്റീസ്, അതേപോലെ നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളും. എന്താണ് ഇൻഈക്വാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇൻഈക്വാലിറ്റീസ് അതായത് 2 സംഭവങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുവാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൽ 2 സ്റ്റുഡൻസ് ഉണ്ട്, ടീന, കിഷോർ, ഇങ്ങനെ 2 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ 2 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ഈ 2 സ്റ്റുഡൻസിൻ്റെ, ടീനയുടെയും കിഷോറിൻ്റെയും ഹൈറ്റാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ഹൈറ്റ് ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, അല്ലേ? എന്താണ് പോസിബിലിറ്റീസ്? ഒന്നെങ്കിൽ ടീനയുടെ ഹൈറ്റ് കൂടുതലായിരിക്കാം, കിഷോറിൻ്റെ ഹൈറ്റ് കുറവായിരിക്കാം, അല്ലെങ്കിൽ ടീനയുടെ ഹൈറ്റ് കുറവായിരിക്കാം, കിഷോറിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ 2 പേരുടെയും ഹൈറ്റ് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ 3 പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. നമ്മൾ 2 സംഭവങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഒരു വാല്യൂ കൂടുതലായിരിക്കാം, മറ്റേ ഇപ്പോൾ എ ബിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എയും ബിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പം എ ഗ്രേറ്റർ ദാൻ ബി ആവാം, എ ലെസ് ദാൻ ബി ആവാം, എ ഈസ് ഈക്വൽ ടു ബി ആവാം, അല്ലേ? ഇങ്ങനെ 3 പോസിബിലിറ്റീസ് ആണ് 2 സാധനങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഉള്ളത്. നമ്മൾ 2 സാധനങ്ങളെ കമ്പയർ ചെയ്യാമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു 3 പോസിബിലിറ്റീസ് ആണുള്ളത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ് 3 അല്ല, നമുക്ക് 6 പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് എപ്പോഴാണോ ഡെഫിനിറ്റായ വാല്യൂസ് നമുക്ക് അറിയാവുന്നത്, എന്തെങ്കിലും 2 സംഭവങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെഫിനിറ്റായ വാല്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിറ്റായ വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഡെഫിനിറ്റായി നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഗ്രേറ്റർ, ലെസ്സർ, ഈക്വൽ. ഒരു പക്ഷേ അതിൻ്റെ വാല്യൂസ് നമുക്ക് ഡെഫിനിറ്റായിട്ട് അറിയാൻ പാടില്ല. എന്തെങ്കിലും 2 സംഭവങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ വാല്യൂസിനെ കുറിച്ച് അതിൻ്റെ ഡെഫിനിറ്റായ വാല്യൂസ് അല്ലെങ്കിൽ വാല്യൂസിനെ കുറിച്ച് നമുക്കൊരു ഉറപ്പില്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ടീനയുടെ ഹൈറ്റ്, അല്ലേ? ടീനയുടെ ഹൈറ്റിനേക്കാളും നമുക്ക് എങ്ങനെ പറയാം, ഓക്കെ, ടീനയുടെ ഹൈറ്റും കിഷോറിൻ്റെ ഹൈറ്റും നമുക്ക് ഡെഫിനിറ്റായ വാല്യൂസ് തന്നതിന് പകരം അവർ തന്നിട്ടുണ്ട് ടീനയുടെ ഹൈറ്റ് എന്തായാലും കിഷോറിൻ്റെ ഹൈറ്റിനേക്കാളും കുറവാണ്. ടീനയുടെ ഹൈറ്റ് കുറവല്ല, ടീനയുടെ ഹൈറ്റ് കിഷോറിൻ്റെ ഹൈറ്റിനേക്കാളും കുറവല്ല. അതായത് എന്താണ്, ടീനയുടെ ഹൈറ്റ് കിഷോറിൻ്റെ ഹൈറ്റിനേക്കാളും കുറവല്ല എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്? നമുക്കവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ ടീനയുടെ ഹൈറ്റ് കൂടുതലാവാം, അല്ലേ? ഒന്നെങ്കിൽ എന്താവാം, ടീനയുടെ ഹൈറ്റ് കിഷോറിൻ്റെ ഹൈറ്റിനേക്കാളും കൂടുതലാവാം, അല്ലെങ്കിൽ ടീനയുടെ ഹൈറ്റ് കിഷോറിൻ്റെ ഹൈറ്റിന് ഈക്വൽ ആവാം.
എക്സാക്റ്റായ വാല്യൂ അവർ നമുക്ക് തരാതെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീനയുടെ ഹൈറ്റ് 5.6 എന്ന് തന്നിട്ടുണ്ട്, അതേപോലെ കിഷോറിൻ്റെ ഹൈറ്റ് 5.9 എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. 5.6 എന്നും 5.9 എന്നും എക്സാക്റ്റായ വാല്യൂസ് നമുക്ക് തരുമ്പം ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലായി ടീനയുടെ ഹൈറ്റ് കുറവാണ് കിഷോറിൻ്റെ ഹൈറ്റിനേക്കാളും. കിഷോറിന് ഇപ്പോൾ 4.9 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടീനയുടെ ഹൈറ്റ് കൂടുതലാണ് കിഷോറിൻ്റെ ഹൈറ്റിനേക്കാളും. രണ്ടുപേരുടെയും വാല്യൂ സെയിം ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം, രണ്ടുപേരും ഈക്വൽ ആണ്, രണ്ടുപേരുടെയും ഹൈറ്റ് ഈക്വൽ ആണെന്ന് പറയാം. വെൻ വി നോ ദി എക്സാക്റ്റ് വാല്യൂസ് അല്ലെ, നമ്മൾ രണ്ട് സംഭവങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ എക്സാക്റ്റായ വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് ഡെഫിനിറ്റായ കൺക്ലൂഷൻസ് നമുക്ക് കിട്ടും. ഒന്നെങ്കിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. പക്ഷെ നമുക്ക് എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് ഡെഫിനിറ്റായ വാല്യൂസ് അറിയണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ടീനയുടെ ഹൈറ്റ് കിഷോറിൻ്റെ ഹൈറ്റിനേക്കാളും കുറവല്ല, അത്രേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. നിങ്ങൾ രണ്ടുപേരുടെ ഹൈറ്റ് കമ്പയർ ചെയ്തപ്പം നിങ്ങളോട് പറഞ്ഞ കാര്യം ടീനയുടെ ഹൈറ്റ് കിഷോറിൻ്റെ ഹൈറ്റിനേക്കാളും കുറവല്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, ഒന്നെങ്കിൽ ടീനയുടെ ഹൈറ്റ് കൂടുതലാവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ആവാം. ഇനി അതല്ല, നിങ്ങൾക്ക് രണ്ടാമത് തന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ടീനയുടെ ഹൈറ്റ് കിഷോറിൻ്റെ ഹൈറ്റിനേക്കാളും കൂടുതലല്ല എന്നാണ് തന്നേന്നിരിക്കട്ടെ. ഓക്കെ, കൂടുതലല്ലാതെ തരുവാണെങ്കിലും ഒന്നെങ്കിൽ ടീനയുടെ ഹൈറ്റ് കുറവാവാം അല്ലെങ്കിൽ ഈക്വൽ ആവും. അവിടെ എന്തുണ്ട്, രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. മൂന്നാമത് നമുക്ക് പറയാം രണ്ടുപേരുടെയും ഹൈറ്റ് ഈക്വൽ അല്ല, ടീനയുടെയും കിഷോറിൻ്റെയും ഹൈറ്റ് ഈക്വൽ അല്ല എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അവിടെയും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. നമുക്ക് എക്സാക്റ്റായ വാല്യൂ തന്നപ്പം നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, 3 ഓപ്ഷൻസ് ആയിരുന്നു. ഒന്നെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ലെസ്സർ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഇതെന്താണ്, ഇത് നമുക്ക് ഡെഫിനിറ്റായി പറയാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. ഈ സിമ്പിൾസ് എന്താണ്, നമുക്ക് ഡെഫിനിറ്റായി പറയാൻ പറ്റുന്നതാണ്. ഗ്രേറ്റർ ആണോ, ലെസ് ആണോ, ഈക്വൽ ആണോ എന്ന് നമുക്ക് ഡെഫിനിറ്റായിട്ട് പറയാം. ഇവിടെ എന്താണ് സിറ്റുവേഷൻസ്, ഇവിടുത്തെ സിറ്റുവേഷൻസിൽ എന്താണ് നമുക്ക് ഡെഫിനിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഒന്നെങ്കിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും, ഒന്നെങ്കിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ കുറവായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അവിടെ രണ്ട് പോസിബിലിറ്റീസ് നമുക്കുണ്ട്. സോ നമുക്ക് പറയാം ഈ 3 സിമ്പിൾസ് അല്ലേ, ഈ 3 സിമ്പിൾസ് എന്താണ്, ഇത് ഡെഫിനിറ്റ് സിമ്പിൾസ് ആണ്. ഈ 3 സിമ്പിൾസ് എന്താണ്, ഇത് ഡെഫിനിറ്റ് സിമ്പിൾസ് ആണ്. ഇതിനെ നമുക്ക് ഇൻഡെഫിനിറ്റ് സിമ്പിൾസ് എന്ന് പറയാം. ഇൻഡെഫിനിറ്റ് സിമ്പിൾസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഇൻഡെഫിനിറ്റ് സിമ്പിൾസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കോളൂ. ഗ്രേറ്റർ ദാനും ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയാണ് നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്യാറ്. ലെസ് ദാനും ഈക്വൽ ടുവും ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഐദർ ഗ്രേറ്റർ ഓർ ലെസ്സർ ആണെങ്കിൽ നമുക്ക് നോട്ട് ഈക്വൽ ടു ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ വേറൊരു കാര്യം, ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയും തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ നോട്ട് ഈക്വൽ ടു എന്നുള്ളത് ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയും തന്നിട്ടുണ്ടാവും. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ മീനിങ് എന്താണ്, ഐദർ ലെസ്സർ ആയിരിക്കാം അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കാം. മനസ്സിലായല്ലോ. അതേപോലെ ഇവിടുത്തെ കാര്യം നമ്മൾ പറയുമ്പോഴും ഇവിടെ ഒന്നെങ്കിൽ ഗ്രേറ്റർ ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നോട്ട് ലെസ്സർ ആണ് അല്ലേ. ഒന്നെങ്കിൽ ഗ്രേറ്റർ ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് പറയുമ്പം നോട്ട് ലെസ്സർ ആണ്. ഇതിൻ്റെ മീനിങ്ങും എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതേപോലെയാണ് ഇവിടെയും, ഒന്നെങ്കിൽ ലെസ്സർ ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്ന് പറയുമ്പം നോട്ട് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ സിമ്പിൾസിനെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. ഈ 3 എണ്ണത്തിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡെഫിനിറ്റ് എന്നും എന്തുകൊണ്ടാണ് ഈ സിമ്പിൾസിനെ ഇൻഡെഫിനിറ്റ് എന്നും പറയുന്നത് ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇവിടെ ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, ഗ്രേറ്റർ, ലെസ്സർ, ഈക്വൽ. ഉറപ്പിച്ച് നമുക്ക് പറയാം. രണ്ടാൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം അയാളുടെ ഹൈറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ അയാളുടെ ഹൈറ്റ് കുറവാണ് അല്ലെങ്കിൽ അവർ രണ്ടുപേരുടെയും ഹൈറ്റ് ഈക്വൽ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഏതെങ്കിലും ഒന്നാണ് നമുക്ക് നടക്കുള്ളൂ. ഒന്നെങ്കിൽ ഗ്രേറ്റർ ആവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ലെസ് ആവാം
അല്ലെങ്കിൽ ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ആവാം, അല്ലെങ്കിൽ ലെസർ ആവാം. അങ്ങനെ നമുക്ക് ഓരോരോ ഇൻഡെഫിനിറ്റ് സിമ്പലിലും നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ 2 സംഭവങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റും? 2 സംഭവങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം യെസ് നോക്കിക്കോളൂ. എ ഗ്രേറ്റർ ദാൻ ബി, എ ലെസ് ദാൻ ബി, എ ഈസ് ഈക്വൽ ടു ബി എന്ന് നമുക്ക് ഡെഫിനിറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാം. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം അല്ലേ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. എ നോട്ട് ഈക്വൽ ടു ബി, അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ബി. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇത്രയും രീതിയിലാണ്, ഇത്രയും ഒരു 6 രീതിയിലാണ് നമുക്ക് 2 വാല്യൂസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എക്സാമിനേഷനിൽ അവർ നമുക്ക് 2 വാല്യൂസിൻ്റെ കമ്പാരിസൺ അല്ല അവർ നമ്മളോട് ചോദിക്കാറ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു അല്ലേ? അതിൽ ഒരുപാട് പേര് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, എ ലെസ് ദാൻ ബി ഇസ് ഈക്വൽ ടു സി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി, നോട്ട് ഈക്വൽ ടു ഇ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ്. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എയും ബിയും കമ്പയർ ചെയ്തിട്ടുണ്ട്, ബിയും സിയും കമ്പയർ ചെയ്തിട്ടുണ്ട്, സിയും ഡിയും കമ്പയർ ചെയ്തിട്ടുണ്ട്, ഡിയും ഇയും കമ്പയർ ചെയ്തിട്ടുണ്ട്, ഇയും എഫും. അങ്ങനെ നമുക്ക് 2 at a ടൈം എടുക്കാം. ഈ ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കുറേ വാല്യൂസിന് അല്ലെങ്കിൽ കുറേ ക്വാണ്ടിറ്റീസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് 2 at a ടൈം എടുക്കാം. എയും ബിയും എടുക്കാം. ഇവിടെ എയുടെ ബിയുടെ കമ്പാരിസൺ ആണ് എ ഗ്രേറ്റർ ദാൻ ബി. ബിയും സിയും തമ്മിലുള്ള റിലേഷനാണ് ബി ഈസ് ഈക്വൽ ടു സി. സിയും ഡിയും തമ്മിലുള്ള റിലേഷനാണിത്, ഡിയും ഇയും തമ്മിലുള്ള റിലേഷനാണിത്, ഇയും എഫും തമ്മിലുള്ള റിലേഷനാണിത്. നമ്മുടെ എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ ഡയറക്റ്റായി തന്നിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ല അവർ ചോദിക്കാറ്. മിക്കപ്പോഴും എന്താണ് ചോദിക്കണേ? ചിലപ്പോൾ എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ എയും ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ സിയും എഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, ഓർ ബിയും ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അതല്ലെങ്കിൽ ഇയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം. അങ്ങനെ ഏതെങ്കിലും 2 ക്വാണ്ടിറ്റീസ്, ഏതെങ്കിലും തന്നിട്ടുള്ള ഹോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഏതെങ്കിലും 2 ക്വാണ്ടിറ്റീസ് തമ്മിൽ അത് ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആവാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി കണക്റ്റഡ് ആവാം അല്ലേ? ഒന്നെങ്കിൽ അതായത് ഡയറക്റ്റ് റിലേഷനിലുള്ള എയും ബിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആയിരിക്കാം അവർ തന്നിട്ടുണ്ടാവണേ, അല്ലെങ്കിൽ എന്താണ് അവർ ചോദിച്ചിട്ടുണ്ടാവുക? യെസ്, ഒരു രീതിയിലുള്ള ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത 2 ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക. നമ്മൾ എങ്ങനെയാണ് അപ്പോൾ 2 ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് ഡയറക്റ്റായ റിലേഷൻഷിപ്പാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് തന്നിട്ടുണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്കിപ്പോൾ ബി ലെസ് ദാൻ എ, നിങ്ങളുടെ കൺക്ലൂഷൻ ബി ലെസ് ദാൻ എ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എ എന്ന് പറയുന്നത് ബിനേക്കാളും ഗ്രേറ്റർ ആണ്. സോ ബി എന്ന് പറയുന്നത് എന്തായാലും എനേക്കാളും ചെറുതായിരിക്കും. സോ ഈ ഒരു കൺക്ലൂഷൻ എനിക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണെങ്കിൽ. ഇപ്പം നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട് എ ഗ്രേറ്റർ ദാൻ ബി ഈസ് ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. നിങ്ങളോട് ചോദിച്ചത് എയും ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാന്നിരിക്കട്ടെ. നിങ്ങളോട് ചോദിച്ചത് എയും ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്യും? യെസ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ആക്ച്വലി കോമ്പിനേഷൻ ഓഫ് സിമ്പിൾസ് ഉണ്ട് അല്ലേ? ഡെഫിനിറ്റ് സിമ്പിൾസിൻ്റെയും ഇൻഡെഫിനിറ്റ് സിമ്പിൾസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾസ് വരുമ്പം, കോമ്പിനേഷൻ ഓഫ് സിമ്പിൾസ് വന്നാൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അപ്പോൾ നമുക്കത് നോക്കിയാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് ഈസി ആയിട്ട്, ഈ ഒരു ഇൻഇക്വാലിറ്റീസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ. ഇവിടെ എന്താണ്? ഇവിടെ എ ഉണ്ട്. ഇപ്പോൾ എ ബി സി 3 വാല്യൂസ് എടുക്കാം. ഓക്കെ. എ ഗ്രേറ്റർ ദാൻ ബി ഈസ് ഈക്വൽ ടു സി. അപ്പം ഞാനിവിടെ കണ്ടുപിടിക്കണം, ഇവിടെ നിന്ന് എനിക്ക് ഡയറക്റ്റായി 2 റിലേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഒന്ന് എ ഗ്രേറ്റർ ദാൻ ബി ആണ്, അല്ലെങ്കിൽ ബി ലെസ് ദാൻ എ ആണ് അല്ലേ?
അതേപോലെ എനിക്ക് ഡയറക്റ്റായി ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ് ബി ഈസ് ഈക്വൽ ടു സി, അല്ലെങ്കിൽ തിരിച്ചെഴുതാം സി ഈസ് ഈക്വൽ ടു ബി അല്ലേ. ഇങ്ങനെ എനിക്ക് ഡയറക്റ്റ് റിലേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ഡിറൈവ് ചെയ്യേണ്ടത് എയും സിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുമ്പോൾ, ഇങ്ങനെ ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാതെ വരുമ്പം, അതും കോമ്പിനേഷൻ ഓഫ് സിമ്പിൾസ് ഉണ്ടാവുമ്പോൾ, കോമ്പിനേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് സിമ്പിൾസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യണമെന്നുള്ളത് നോക്കിക്കോളും. ഇപ്പം ഞാൻ ഇതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ് ഞാൻ രണ്ട് വാല്യൂസ്, നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് വെച്ച് മനസ്സിലാക്കാം. നോക്കിക്കോളും. അപ്പോൾ എനിക്കിവിടെ അവർ തന്നിട്ടുണ്ട് എ എന്ന് പറയണത് അല്ലേ. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 2 at a time ആണ് എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ സമയത്ത് 2 at a time ആണ് ഞാൻ എടുക്കാൻ പോകണേ. നോക്കിക്കോളും. എ എന്ന് പറയണതിന് ഞാൻ 3 എന്നൊരു വാല്യൂ കൊടുത്തു. ഓക്കെ, ഇവിടെ എനിക്ക് തന്നിട്ടുണ്ട് എ എന്ന് പറയണത് ബീനേക്കാളും വലിയ വാല്യൂ ആണ്. സോ ഞാനിവിടെ 2 എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, എ എന്ന് പറയണത് ബീനേക്കാളും വലിയൊരു വാല്യൂ ആണ്. അപ്പം ഞാനിവിടെ ബിയുടെ വാല്യൂ എന്തായിട്ട് ചൂസ് ചെയ്തു? 2 എന്ന് ചൂസ് ചെയ്തു. ഇനി എനിക്ക് തന്നിട്ടുണ്ട് ബിയുടെ വാല്യൂ സിയുടെ വാല്യൂവിന് ഈക്വലാണ്. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു 2 ആണ്. ഞാൻ കണ്ടുപിടിക്കേണ്ടത് ആരും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇതിൽ നിന്ന് എന്ത് ക്ലിയർ ആണ്? 3 greater than 2 എന്ന് ക്ലിയർ ആണ് അല്ലേ. 3 greater than 2 എന്നുള്ള കാര്യം അത് ക്ലിയർ ആണ്. സോ എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അപ്പം എ ഗ്രേറ്റർ ദാൻ സി ആണ്. മനസ്സിലായോ? അതായത് ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എയുടെ വാല്യൂ ബീനേക്കാളും വലുതാണ്, ബിയുടെ വാല്യൂ സിന് ഈക്വൽ ആണ്. അപ്പം ഞാൻ ബീന് എന്ത് വാല്യൂ ആണോ ഞാൻ ചൂസ് ചെയ്യണേ, അതേ വാല്യൂ ആണ് ഞാൻ ആർക്കും ചൂസ് ചെയ്യേണ്ടത്? സിക്കും ചൂസ് ചെയ്യേണ്ടത്. അപ്പം ബിയുടെ വാല്യൂ 2 ആണെങ്കിൽ സിയും 2 ആണ്. ബി എന്ന് പറയുന്നതിനേക്കാളും ആരാണ് വലുത്? എ വലുതാണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും? സിനേക്കാളും എ വലുതായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എ ഗ്രേറ്റർ ദാൻ സി ആണ്. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. എപ്പോഴും 2 at a time വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ സമയത്ത് 2 at a time കൺസിഡർ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാല്യൂസ് ഒക്കെ പറയണേ. നമുക്ക് ഈസിയായി വാല്യൂസ് ഒന്നും കൺസിഡർ ചെയ്യാതെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഈസിയായ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോഴാണ് നമുക്കൊരു പക്ഷേ നമ്മുടെ പ്രോബ്ലംസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആയി വരുമ്പം നമുക്ക് ഈ ഒരു ലോജിക്ക് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിക്കോളൂ. ഇവിടെയും ഞാൻ 2 at a time കൺസിഡർ ചെയ്യുവാണ്. എയും ബിയും ബിയും സിയും. ഞാൻ എയും സിയും തമ്മിലുള്ള റിലേഷനാണ് ഞാൻ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇനി വാല്യൂസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. എയുടെ വാല്യൂ ഞാൻ 4 എന്ന് കൊടുത്തു. ബിയുടെ വാല്യൂ എയുടെ വാല്യൂവിനേക്കാളും ചെറുതാണ്. സോ ഞാൻ 3 എന്ന് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? ഇവിടെ എന്തായിരുന്നു? ബിയുടെ അതേ വാല്യൂ ആയിരുന്നു സിന് വേണ്ടത്. പക്ഷേ ഇവിടെ ബിനേക്കാളും ചെറിയൊരു വാല്യൂ ആണ് കൊടുക്കേണ്ടത്. സോ ഞാൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതാണ് എൻ്റെ എ, ഇതാണ് എൻ്റെ സി. ഞാൻ കമ്പയർ ചെയ്യുമ്പം എനിക്ക് മനസ്സിലായി 4 greater than 2 അല്ലേ. ഈ വാല്യൂവിനേക്കാളും ഈ വാല്യൂ ചെറുതാണ്, ഈ വാല്യൂവിനേക്കാളും ഈ വാല്യൂ ചെറുതാണ്. ഓബ്വിയസ്ലി എന്തായിരിക്കും? ഈ വാല്യൂവിനേക്കാളും ഈ വാല്യൂ ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എ ഗ്രേറ്റർ ദാൻ സി. മനസ്സിലായോ? യെസ്. ഇനി നെക്സ്റ്റ് കേസ് നോക്കിക്കോളൂ. എ ഗ്രേറ്റർ ദാൻ ബി greater than or is equal to C അല്ലേ. A greater than B യെസ്. നമ്മുടെ ആദ്യത്തെ 2 കേസിൽ എല്ലാം ഡെഫിനിറ്റ് സിമ്പിൾസ് ആയിരുന്നു. ഇവിടെ ഗ്രേറ്റർ ആണ്, ഇവിടെ ഈക്വൽ ആണ്, ഇവിടെ 2 ഗ്രേറ്റർ ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒന്ന് ഗ്രേറ്ററും, അതായത് ഒന്ന് ഡെഫിനിറ്റും ഒന്ന് ഇൻഡെഫിനിറ്റും ആണ്. ഒന്ന് ഗ്രേറ്ററും ഒന്ന് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്. ഒന്ന് എന്താണ്? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്. യെസ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അപ്പം ഞാൻ ഇവിടെ 2 at a time ആണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോണേ. ഇവിടെ എനിക്കറിയാം എനിക്ക് 2 പോസിബിലിറ്റി ഉണ്ടല്ലേ. സോ ഞാൻ ആ 2 പോസിബിലിറ്റിയും ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം എൻ്റെ റിലേഷൻ ഞാൻ ഡിറൈവ് ചെയ്യാൻ. ഈ 2 പോസിബിലിറ്റിയും ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം എൻ്റെ റിലേഷൻ ഞാൻ ഡിറൈവ് ചെയ്യാൻ. നോക്കിക്കോളൂ. എ ഗ്രേറ്റർ ദാൻ ബി ഞാൻ വാല്യൂ ചൂസ് ചെയ്തു. 4 ആണ്, 3 ആണ്.
അപ്പം ഞാൻ ആദ്യം കൺസിഡർ ചെയ്യാൻ പോണത് ബി ഗ്രേറ്റർ ദാൻ സി ആണ്. ആദ്യം ഞാൻ കൺസിഡർ ചെയ്യാൻ പോണത് ബി ഗ്രേറ്റർ ദാൻ സി ആണ്. രണ്ടാമത് ഞാൻ കൺസിഡർ ചെയ്യാൻ പോണ പോസിബിലിറ്റി ആണ് ബി ഈസ് ഈക്വൽ ടു സി. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി 4 ഗ്രേറ്റർ ദാൻ 2. ഇനി ഞാൻ ഈക്വൽ ടു ഞാൻ കൺസിഡർ ചെയ്യുവാണ് 4 ഗ്രേറ്റർ ദാൻ 3 ഈസ് ഈക്വൽ ടു 3. ഇവിടെയും എനിക്ക് എന്ത് കിട്ടി? 4 ഗ്രേറ്റർ ദാൻ 3 കിട്ടി. സോ എനിക്ക് എന്ത് പറയാം? എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയാം. സോ ഇവിടെയും എൻ്റെ വാല്യൂ, എൻ്റെ എയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എ ഗ്രേറ്റർ ദാൻ സി ആണ്. മനസ്സിലായോ? യെസ്. ഇനി എന്താണ് നമുക്കുള്ളത്? ഓക്കെ, ഇനി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എ ഗ്രേറ്റർ ദാൻ ബി ലെസ് ദാൻ സി. ഓക്കെ, ഈ കേസ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇത്തരം കേസസ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് വേറെ എന്ത് പറയാം? യെസ്. ഓക്കെ, അപ്പോൾ എയും സിയും തമ്മിലുള്ള ഈ ഒരു ഗ്രേറ്റർ ദാൻ റിലേഷൻഷിപ്പ് വന്നത് ഇതാണ്. ഇനി നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. നോക്കിക്കോളൂ. എ ലെസ് ദാൻ ബി ഇസ് ഈക്വൽ ടു സി അല്ലേ? എ ലെസ് ദാൻ ബി ഇസ് ഈക്വൽ ടു സി. അപ്പോൾ നേരത്തെ ഇവിടുത്തെ സിമ്പിൾ എന്തായിരുന്നു? ഗ്രേറ്റർ ദാൻ ആയിരുന്നു. ഇപ്പോൾ ഇവരുടെ സിമ്പിൾ എന്താണ്? ലെസ് ദാൻ ആണ്. യെസ്. അപ്പോൾ ഇനി നോക്കിക്കോളൂ. ഇനി നമ്മൾ നോക്കുമ്പം ഇവിടെ എ ഞാൻ വാല്യൂസ് കൊടുക്കാൻ പോവാണ്. 2 അറ്റ് എ ടൈം ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എയുടെ വാല്യൂ ഞാൻ എന്ത് കൊടുത്തു? 4 എന്ന് കൊടുത്തു. എയുടെ വാല്യൂ, നേരത്തെ എയുടെ വാല്യൂ ആയിരുന്നു വലുത്, പക്ഷെ ഇപ്പം എന്താണ്? ബിയുടെ വാല്യൂ ആണ് വലുത്. സോ ഞാൻ ഇവിടെ 5 എന്ന് കൊടുക്കുവാണ്. സോ 5 ഈസ് ഈക്വൽ ടു വാല്യൂ സി ആണ്. സോ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? 4 ലെസ് ദാൻ 5 ആണ്. സോ ഇവിടെ എന്ത് കിട്ടി? എ ലെസ് ദാൻ സി എന്ന് കിട്ടി. മനസ്സിലായോ? യെസ്. ഇനി ഇവിടെ നമ്മൾ എന്താണ് കൊടുത്തത്? രണ്ടാമത് എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി. ഇങ്ങനെ ആവുമ്പോൾ എന്തായിരിക്കും? എയുടെ വാല്യൂ ഞാൻ 4 എന്ന് കൊടുത്തു, ബിയുടെ വാല്യൂ ഞാൻ 5 എന്ന് കൊടുത്തു. ബിയുടെ വാല്യൂവിനേക്കാളും സിയുടെ വാല്യൂ വലുതാണ്. സോ ഒബ്വിയസ്ലി 4 ലെസ് ദാൻ 6 ആണ്. സോ ഈ സിറ്റുവേഷനിലും എനിക്ക് എന്ത് പറയാം? എ ലെസ് ദാൻ സി ആണെന്ന് പറയാം അല്ലേ? അതേപോലെ എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, അല്ലെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ സി. ഇങ്ങനെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളൊരു ഓപ്ഷൻ വിട്ടുപോയി അല്ലേ? ഇവിടെ നമുക്ക് ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പം അതിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി എന്താണ്? എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി ആണ്. അപ്പോൾ എയുടെ വാല്യൂ ഞാൻ 4 എന്ന് കൊടുത്തു, ഇവിടെ 5 ആണ്. ഇവിടെ എനിക്കറിയാം 2 പോസിബിലിറ്റി ഉണ്ട്, ബി ലെസ് ദാൻ സി, ബി ഇസ് ഈക്വൽ ടു സി. അപ്പോൾ ആദ്യത്തെ പോസിബിലിറ്റി ഇവിടെ 6 ആണ്. എനിക്ക് എന്ത് കിട്ടി? 4 ലെസ് ദാൻ 6 എന്ന് കിട്ടി. രണ്ടാമത്തെ പോസിബിലിറ്റി ഈക്വൽ ആണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 4 ലെസ് ദാൻ 5 എന്ന് കിട്ടി. 2 സിറ്റുവേഷൻസിലും എന്താണ്? എ ലെസ് ദാൻ സി ആണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. ഇനി അപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ടു? ഗ്രേറ്റർ ദാൻ കണ്ടു, ലെസ് ദാൻ കണ്ടു അല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈക്വൽ ടു നോക്കാം. ഓക്കെ, എ ഇസ് ഈക്വൽ ടു ബി ലെസ് ദാൻ സി. എ ഇസ് ഈക്വൽ ടു ബി ലെസ് ദാൻ സി. ഓക്കെ, ആ ലെസ് ദാനിലേക്ക് പോകുന്നതിന് മുമ്പ് 3ഉം ഈക്വൽ സൈൻ ആയിക്കോട്ടെ, 2ഉം ഈക്വൽ സൈൻ ആയിക്കോട്ടെ. എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. എയുടെ വാല്യൂ ഞാൻ 4 എന്ന് എടുത്തു, 4ൻ്റെ അതേ വാല്യൂ ആണ് ആർക്ക് വരണ്ടേ? ബിന് വരണ്ടേ. ആ സെയിം വാല്യൂ ആണ് സിന് വരണ്ടേ. സോ എനിക്ക് എന്ത് കിട്ടി? എ ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. മനസ്സിലായോ? യെസ്. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. എ ഇസ് ഈക്വൽ ടു ബി ലെസ് ദാൻ സി. അപ്പോൾ ഇനി ഞാൻ ഡിറൈവ് ചെയ്യാനുള്ളത് ആരും നമ്മളുടെ റിലേഷൻഷിപ്പാണ്? എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് 4 ആണ്, ഇവിടെ ഇത് 4 ആണ്. ഈക്വൽ ആവുമ്പോൾ ഇവിടെയും 4 ആയിരിക്കും. ഇത് ലെസ് ആവുമ്പോൾ നമുക്ക് ഇവിടെ 5 കൊടുക്കാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എ ലെസ് ദാൻ സി എന്ന് കിട്ടി അല്ലേ? യെസ്. അതേപോലെ വേറൊരു പോസിബിലിറ്റി ആണ് എ ഇസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി. എ ഇസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി. അങ്ങനെ ആവുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 4 ആണ്,
ഇവിടെയും 4 ആണ്, ഇവിടെ ഗ്രേറ്റർ വാല്യൂ ആണ്. അപ്പം നമ്മൾ 3 എന്ന് കൊടുക്കുമ്പോൾ എ ഗ്രേറ്റർ ദാൻ സി എന്ന് കിട്ടും അല്ലേ? എ ഗ്രേറ്റർ ദാൻ സി എന്ന് നമുക്ക് കിട്ടും. വേറൊരു ഓപ്ഷൻ എന്താണ്? എ ഇസ് ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 4 ആണ്, ഇതും 4 ആണ്. ഇവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്, ലെസ് ഉണ്ട്, ഈക്വൽ ഉണ്ട് അല്ലേ? അപ്പോൾ ബി ലെസ് ആയെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 5 കൊടുക്കാം. ഇവിടെ എനിക്ക് എന്ത് കിട്ടി? എ ലെസ് ദാൻ സി എന്ന് കിട്ടി. ഈക്വൽ ആവുമ്പോഴോ? ഈക്വൽ ആവുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈക്വൽ ആവുമ്പം എനിക്ക് എ ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. നേരത്തെ കേസിൽ നമുക്ക് 2 സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നപ്പോഴും സെയിം ആയിരുന്നു കിട്ടിയ. 2 സിറ്റുവേഷൻസിലും എ ലെസ് ദാൻ സി അല്ലെങ്കിൽ 2 സിറ്റുവേഷൻസിലും എ ഗ്രേറ്റർ ദാൻ സി ആയിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്. പക്ഷെ ഇവിടെ എന്താണ് കിട്ടിയ? ഇവിടെ ആദ്യത്തെ സിറ്റുവേഷൻ ലെസ് ദാൻ ആയിരുന്നപ്പം എ ലെസ് ദാൻ സി എന്ന് കിട്ടി. ഈക്വൽ ടു ആയപ്പം എ ഈക്വൽ ടു സി എന്ന് കിട്ടി. സോ എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇനി അതേപോലെ നമുക്ക് മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ്, അടുത്ത സിറ്റുവേഷൻ ആണ് എ ഇസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് വരും? എ ഇസ് ഈക്വൽ ടു ബി 4 നമുക്കിവിടെ 2 സിറ്റുവേഷൻ ഉണ്ട്. ബി ഗ്രേറ്റർ ദാൻ സി, ബി ഇസ് ഈക്വൽ ടു സി അല്ലേ? ബി ഗ്രേറ്റർ ദാൻ സി, ബി ഇസ് ഈക്വൽ ടു സി. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ സി ആവുമ്പോൾ ഇവിടെ 3 കിട്ടും. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ സി എന്ന് കിട്ടി. അതേപോലെ ഇവിടെ ഈക്വൽ ടു ആവുമ്പോൾ ഈക്വൽ കിട്ടും. സോ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് കിട്ടും. മനസ്സിലായോ? യെസ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? ലെസ് ദാൻ ഡിസ്കസ് ചെയ്തു, ഗ്രേറ്റർ ദാൻ ഡിസ്കസ് ചെയ്തു, അതേപോലെ ഈക്വൽ ടു ഡിസ്കസ് ചെയ്തു അല്ലേ? എയുടെയും ബിയുടെയും കൂടെ ഈക്വൽ സൈൻ വന്ന്, എയുടെയും ബിയുടെയും കൂടെ ഈക്വൽ സൈൻ ആണ് ഈ സൈഡിലുള്ള ബിയും സിയും തമ്മിലുള്ള ഈ ഒരു സിമ്പലിൽ വന്ന വ്യത്യാസങ്ങൾ വന്നപ്പോൾ നമ്മുടെ കൺക്ലൂഷനിൽ വന്ന വ്യത്യാസങ്ങൾ കണ്ടോ? യെസ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. എയും ബിയും തമ്മിൽ നമുക്ക് ഇൻഡെഫിനിറ്റ് സിമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിതിനെ ഇങ്ങനെ വാല്യൂസ് ഒന്നും അപ്ലൈ ചെയ്യാതെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്നുള്ളതും നോക്കാം. അപ്പം ഞാൻ ആദ്യം ഇൻഡെഫിനിറ്റ് സിമ്പിളായ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസിഡർ ചെയ്യാൻ പോവാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഞാൻ ആരും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, എയും സിയും ആണ്. എനിക്കിവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന് എ ഗ്രേറ്റർ ദാൻ ബി, ഒന്ന് എ ഈസ് ഈക്വൽ ടു ബി അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പോസിബിലിറ്റി എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി ആണ്. സോ 4, 3 ഈസ് ഈക്വൽ ടു 3 എനിക്ക് എന്ത് കിട്ടി? എ ഗ്രേറ്റർ ദാൻ ബി എന്ന് കിട്ടി. ഇവിടെ 4 ഈസ് ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പം എ ഈസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. സോ എനിക്ക് എന്ത് പറയാം? എ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു സി എന്ന് കിട്ടും. മനസ്സിലായില്ലേ? യെസ്. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി അല്ലേ? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 4 പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി, എ ഗ്രേറ്റർ ദാൻ ബി ഇസ് ഈക്വൽ ടു സി, അതേപോലെ എ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി, എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി. ഇങ്ങനെ ഇവിടെ നമുക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 4 പോസിബിലിറ്റീസ് ഉണ്ട്. ആദ്യത്തെ പോസിബിലിറ്റി നോക്കിക്കോളൂ. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഡിറൈവ് ചെയ്തതാണ് എ ഗ്രേറ്റർ ദാൻ സി അല്ലേ? എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി, എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തതേ ഉള്ളൂ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കോളൂ. 4 ആണ്. 4നേക്കാളും ബി ചെറുതായിരിക്കണം, അതിനേക്കാളും സി ചെറുതായിരിക്കണം. അപ്പോൾ എനേക്കാളും സി ചെറുതായിരിക്കും. സോ എ ഗ്രേറ്റർ ദാൻ സി. അതേപോലെ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പോൾ ഇവിടെ 4 ആണ്, 3 ആണ്, ബി ഇസ് ഈക്വൽ ടു 3 ആണ്. സോ എന്ത് കിട്ടി? എ ഗ്രേറ്റർ ദാൻ സി എന്ന് കിട്ടി അല്ലേ? എ ഗ്രേറ്റർ ദാൻ സി എന്ന് കിട്ടി. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എ ഇസ് ഈക്വൽ ടു ബി ആണ്, 4 ആണ്, 4 ആണ്, അതിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കണം. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? എ ഗ്രേറ്റർ ദാൻ സി എന്ന് കിട്ടി. ഇവിടെ 3 വാല്യൂസും ഈക്വൽ ആണ്. സോ ഇവിടെ എന്ത് കിട്ടി? എ ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. സോ ഇവർ തമ്മിലുള്ള എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി. മനസ്സിലായോ? യെസ്. ഇനി എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി അല്ലേ? നെക്സ്റ്റ് കേസ് ഇതാണ്. എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി
ഗ്രേറ്റർ ദാൻ സി. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി, എ ഈസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി അല്ലേ? അപ്പോൾ നമുക്കറിയാം 3 വാല്യൂസ്, ഇവിടെ 4 കൊടുത്തു, ഇവിടെ 3 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, എ ഗ്രേറ്റർ ദാൻ ബി അല്ലേ? ഇവിടെ എന്താണ്? ഇവിടെ ഞാൻ 4 കൊടുത്തു, അപ്പോൾ ഇവിടെയും 4 ആയിരിക്കും, ഇവിടെ 3 ആണ്, ഇവിടെ എനിക്ക് പറയാം എ ഗ്രേറ്റർ ദാൻ ബി. സോ ഈ രണ്ട് സിറ്റുവേഷനിലും എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി അല്ല, സോറി സി ആണ്. എ ഗ്രേറ്റർ ദാൻ സി, രണ്ട് സിറ്റുവേഷനിലും എ ഗ്രേറ്റർ ദാൻ സി ആണ്. സോ എനിക്ക് എന്ത് പറയാം? എൻ്റെ കോമ്പിനേഷൻ ഇങ്ങനെ ആണെങ്കിൽ അത് എ ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും അല്ലേ? അതേപോലെ എ ഗ്രേറ്റർ ദാൻ ബി, ആ ഓപ്ഷൻ വേണ്ട, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തതാണ്, ഇനി നാലാമത്തതാണ്, അഞ്ചാമത്തതാണിത് അല്ലേ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി. ഇവിടെ നമുക്ക് എന്തുണ്ട്? രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഇസ് ഈക്വൽ ടു സി, എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി. ഇത് നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു സി ആണ്. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ആണ്, 4നേക്കാളും വലിയ വാല്യൂ ആണ് 5. 5 ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി അല്ലേ? ഇനി അടുത്തത് നോക്കാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി അല്ലേ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 4 പോസിബിലിറ്റീസ് ഉണ്ട്. ലെസ് വരും, എ ഇസ് ഈക്വൽ ടു ബി ലെസ് സി, എ ലെസ് ബി ഇസ് ഈക്വൽ ടു സി, എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി. ലാസ്റ്റത്തത് അറിയാം എ ഇസ് ഈക്വൽ ടു സി, ഇതറിയാം എ ലെസ് ദാൻ സി. ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? എ ലെസ് ദാൻ സി തന്നെ കിട്ടും. വാല്യൂസ് നോക്കിക്കോളൂ. ഇവിടെ ഞാൻ 1 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു അല്ലേ? അതേപോലെ ഇവിടെ എന്താണ്? ഇവിടെയും എനിക്ക് എ ലെസ് ദാൻ സി തന്നെ കിട്ടും, കാരണം ഇവിടെ 2 ഞാൻ കൊടുത്തു, അപ്പോൾ ഇവിടെ 3 കിട്ടും. 3 എന്ന് പറയുമ്പോഴും എ ലെസ് ദാൻ സി ആണ്. സോ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. 4 കേസിലും കൂടെ നമുക്ക് എ ലെസ് ദാൻ സിയും എ ഈസ് ഈക്വൽ ടു സിയും ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണ് നോക്കിക്കോളൂ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ സി. ഇവിടെ നമുക്ക് 2 കേസ് ഉണ്ട് അല്ലേ? അതേപോലെ എ ഈസ് ഈക്വൽ ടു ബി ലെസ് ദാൻ സി, എ ഈസ് ഈക്വൽ ടു ബി ലെസ് ദാൻ സി. അപ്പോൾ ഇവിടെ എനിക്കറിയാം ഇത് എ ലെസ് ദാൻ സി ആണ്. ഇവിടെ എനിക്ക് എന്ത് കിട്ടും? ഇത് 1 ആണ്. ഇവിടെ എനിക്ക് 2 കിട്ടുമ്പോഴും എ ലെസ് ദാൻ സി ആണ്. സോ ഇവിടെ എ ലെസ് ദാൻ സി. മനസ്സിലായോ? നമുക്ക് നോട്ട് ഈക്വൽ ടു നോക്കാം. ആദ്യം ഇത്രയും ആദ്യം മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കിയിട്ട് പിന്നെ നമുക്ക് നോട്ട് ഈക്വൽ ടു നോക്കാം. ഇതുവരെ മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം സെയിം ഡയറക്ഷൻസ് ആയിരുന്നു. അതായത് നമ്മുടെ സിമ്പിൾസ് എല്ലാം ഈക്വൽ സൈൻ, ആ ഒരു സിമ്പിൾ ഒഴിച്ച് ബാക്കി എല്ലാ സിമ്പിൾസും നമുക്ക് സെയിം ഡയറക്ഷനിലായിരുന്നു. അതായത് ഇപ്പം എന്താ പറയുക, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി, ഇങ്ങനെ ഈ ഒരു സെയിം ഡയറക്ഷൻ, അല്ലെങ്കിൽ എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, ഇങ്ങനെ സെയിം ഡയറക്ഷനിലായിരുന്നു നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം. അപ്പം ഇനി സെയിം ഡയറക്ഷനിലല്ലാത്ത കേസസും നമുക്കുണ്ട് അല്ലേ? നമുക്കത് നോക്കാം. സെയിം ഡയറക്ഷൻ അല്ലാത്ത കേസസ്. സെയിം ഡയറക്ഷൻ അല്ലാത്ത കേസ് എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ. എ ഗ്രേറ്റർ ദാൻ ബി ലെസ് ദാൻ സി, എ ഗ്രേറ്റർ ദാൻ ബി ലെസ് ദാൻ സി. അപ്പോൾ ഇവിടെ 2 സിമ്പിൾസ് ഉണ്ട് നമുക്ക്. ഒരു ഗ്രേറ്റർ ദാനും അതേപോലെ ലെസ് ദാനും ആണ് നമുക്കുള്ള. രണ്ടും 2 ഡയറക്ഷനിലാണ് അല്ലേ? ഇത് ഈ ഡയറക്ഷനിലാണ്, ഇത് ഈ ഡയറക്ഷനിലാണ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇവിടെ നമുക്ക് എയും ബിയും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമുക്കറിയാം, ബിയും സിയും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമുക്കറിയാം. നമുക്ക് കാണാനുള്ളത് എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്നത് ബിനേക്കാളും വലുതാണ്. അപ്പോൾ ഞാനിവിടെ 5 എന്ന് കൊടുത്തു. ബി എന്ന് പറയണത് 5 എന്ന് ഞാൻ കൊടുത്തു. ബി എന്ന് പറയണത് 4 ആണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് 4നേക്കാളും വലുതാണ്. ഇനി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ബിനേക്കാളും വലുതാണ് എന്നാണ് തന്നിട്ടുള്ളത്. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ബിനേക്കാളും വലുതാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബിനേക്കാളും വലുതാണെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 5 ആക്കാം,
അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 4.5 ആക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 6 ആക്കാം. ഒരു കാര്യം ചെയ്യും, ഇവിടെ നമുക്ക് 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് തൽക്കാലം 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് പോയിന്റ് ഒഴിവാക്കാമല്ലോ, നോക്കിക്കോളും. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്നത് 5നേക്കാളും ചെറുതാണ്, എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളതിന് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഇനി എന്താണ്, ഇനി നമുക്ക് സി ആണ് ആവശ്യം. സി ബിനേക്കാളും വലുതാണ്. അപ്പോൾ 2നേക്കാളും വലിയ നമ്പർ നമുക്ക് കൊടുക്കാം. 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം, 6 കൊടുക്കാം, 7 കൊടുക്കാം. ഇങ്ങനെ ഇഷ്ടംപോലെ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 അല്ലെങ്കിൽ 4 കൊടുക്കുന്ന കേസിൽ എന്താണ്, എ ലെസ് ദാൻ സി ആണ്. 3ഉം 4ഉം നമ്മൾ സിയുടെ വാല്യൂ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 5നേക്കാളും 3ഉം 4ഉം കുറവാണ്. സോ നമുക്ക് എന്ത് പറയാം, എ ലെസ് ദാൻ സി ആണ്. ചെറിയ വാല്യൂസ് ആണ്, സോ എ ലെസ് ദാൻ സി ആണ്. അതേസമയം നമ്മൾ 5 തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, എ ഇസ് ഈക്വൽ ടു സി ആണ്. എ ഇസ് ഈക്വൽ ടു സി ആണ്. അതേപോലെ ഇപ്പം ഞാൻ 6 or 7 ഒക്കെ കൊടുക്കണം, അത്തരം സിറ്റുവേഷൻസിൽ എന്താണ്, എ ഗ്രേറ്റർ ദാൻ സി ആണ് അല്ലേ? എ ഗ്രേറ്റർ ദാൻ സി ആണ്. സോ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, നമുക്ക് ഡെഫിനിറ്റ് ആയിട്ടും നമുക്ക് പറയാൻ പറ്റില്ല, ഇൻഡെഫിനിറ്റ് ആയിട്ടും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? നമുക്ക് ഡെഫിനിറ്റ് ആയ ഒരു റിലേഷൻഷിപ്പും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല, ഇൻഡെഫിനിറ്റ് ആയ റിലേഷൻഷിപ്പ് ഇവിടെ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. നോക്കിക്കോളും. ഒന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്, ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു അല്ലേ? ഒന്നെങ്കിൽ ഇങ്ങനെ ഡെഫിനിറ്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു. ഈ 6 കേസസേ നമുക്കുള്ളൂ. ഈ 6 കേസസിൽ നമുക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ കിട്ടുന്ന റിലേഷൻഷിപ്പ് ഐദർ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ 3ഉം കൂടെ ഇൻക്ലൂഡ് ആയ റിലേഷൻഷിപ്പാണ് നമുക്ക് കിട്ടണത്. സോ ജനറലി നമ്മൾ പറയുമ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ, അതായത് ജനറലി നമ്മൾ പറയുമ്പോൾ നമ്മുടെ സിമ്പിൾസിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. രണ്ടും 2 ആണെങ്കിൽ, ഒന്ന് ഗ്രേറ്ററും ഒന്ന് ലെസ്സറുമാണ്. അത് 2. ഇപ്പോൾ ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി, ബി ലെസ് ദാൻ സി എന്നാണ് തന്നിട്ടുള്ളത്. ഒരു പക്ഷേ എ ലെസ് ദാൻ ബി ഗ്രേറ്റർ ദാൻ സി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളും. എന്ന് ഞാൻ 1 എന്ന് കൊടുത്തു, ഇവിടെ ഞാൻ 4 എന്ന് കൊടുത്തു എന്നിരിക്കട്ടെ. സി എന്ന് പറയുന്നത് ബിനേക്കാളും ചെറുതായിരിക്കണം. 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം അല്ലേ? 3 വരെ കൊടുക്കാൻ പറ്റും. 3 വരെ കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ 1 കൊടുത്താൽ എന്താണ്, എ ഇസ് ഈക്വൽ ടു സി ആണ്. 1 കൊടുത്താൽ എ ഇസ് ഈക്വൽ ടു സി ആണ്. ഇവിടെ 1 മാത്രമല്ല, എനിക്ക് വേണമെങ്കിൽ 0.5ഉം കൊടുക്കാം. 0.5 കൊടുക്കാം. 0.5 കൊടുക്കുമ്പോൾ എന്താണ്, എ ഗ്രേറ്റർ ദാൻ സി ആണ്. 2 or 3 ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ്, എ ലെസ് ദാൻ സി ആണ്. ഇവിടെ 3 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ 2 സിമ്പിൾസിൻ്റെ ഡയറക്ഷൻ നമ്മൾ 3 പേരെ കമ്പയർ ചെയ്യുമ്പം 2 സിമ്പിൾസിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, സെയിം ഡയറക്ഷൻ അല്ല. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ജനറലി പറയുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യും, കനോട്ട് ബി ഡിറ്റർമൈൻഡ്, അല്ലെങ്കിൽ നോ റിലേഷൻഷിപ്പ്. cannot be determined, അല്ലെങ്കിൽ നോ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വി കനോട്ട് ഫൈൻഡ് ദ എക്സാക്ട് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യണത്. അല്ലെങ്കിൽ ചില സമയത്ത് 2 കൺക്ലൂഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിൽ എ ഗ്രേറ്റർ ദാൻ സി തന്നിട്ടുണ്ട്, എ ലെസ് ദാൻ സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 കൺക്ലൂഷൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, നെയ്തർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2, രണ്ടും റോങ് ആണ്. മനസ്സിലായല്ലോ? ജനറലി നമ്മൾ ഇങ്ങനെയാണ് പറയുക. നമുക്ക് ഐദർ ഓർ കേസ് എന്നൊരു ടൈപ്പ് ഉണ്ട്. സോ അങ്ങനെ ഐദർ ഓർ കേസസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഐദർ ഓർ എന്താ പറയുക, ആ ഒരു തിയറി പാർട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. യെസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ 2 സിമ്പിൾസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു അല്ലേ? 2 സിമ്പിൾസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു. രണ്ടും എന്തായിരുന്നു, ഡെഫിനിറ്റ് സിമ്പിൾസ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 കേസസും ഡെഫിനിറ്റ് സിമ്പിൾസ് ആയിരുന്നു. അപ്പോൾ ഇനി ഒന്ന് ഡെഫിനിറ്റും ഒന്ന് ഇൻഡെഫിനിറ്റും ആണ്. അത് മാത്രമല്ല രണ്ടും 2 ഡയറക്ഷനിലാണെന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി, എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി ലെസ് ദാൻ സി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്, എ ഗ്രേറ്റർ ദാൻ ബി ലെസ് ദാൻ സി, അതേപോലെ എ ഇസ് ഈക്വൽ ടു ബി ലെസ് ദാൻ സി. ഇങ്ങനെ 2 പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. നോക്കിക്കോളൂ. അപ്പോൾ ആദ്യത്തെ പോസിബിലിറ്റി നമുക്കറിയാം, കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. ആദ്യത്തെ പോസിബിലിറ്റി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്തൊക്കെയുണ്ട്, എ ഗ്രേറ്റർ ദാൻ സി വരും, എ ഇസ് ഈക്വൽ ടു സി വരും, എ ലെസ് ദാൻ സി വരും. രണ്ടാമത്തെ കേസ് നമുക്ക് പറയാൻ പറ്റും എ ലെസ് ദാൻ സി ആണ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനറ്റ് ആയ ഒരു കൺക്ലൂഷൻ നമുക്ക് പറയാൻ പറ്റും എ ലെസ് ദാൻ സി ആണ്. പക്ഷെ ഇവിടെ നമുക്ക് മോർ ദാൻ 1
എന്താ പറയുക, വൺ കൺക്ലൂഷൻ ഉണ്ട് അല്ലേ. ഇവിടെ മോർ ദാൻ വൺ കൺക്ലൂഷൻ ഉണ്ട്. നമുക്ക് ജനറലി ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത്രയും നമുക്ക് ഉള്ളൂ. അപ്പോൾ ഇതിലൊന്നും വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺക്ലൂഷൻ നമുക്ക് ഈ ഒരു കേസിൽ കിട്ടില്ല. ഇവിടെ അതേപോലെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി ആയാലും എന്താണ്, എ ലെസ് ദാൻ ബി ഗ്രേറ്റർ ദാൻ സി, എ ഈസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി. സോ രണ്ടാമത്തെ കേസിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടും എ ഗ്രേറ്റർ ദാൻ സി. പക്ഷേ ഫസ്റ്റ് കേസിൽ എന്താണ്, എ ലെസ് ദാൻ സി, എ ഈസ് ഈക്വൽ ടു സി, എ ഗ്രേറ്റർ ദാൻ സി എന്ന് നമുക്ക് 3 ആൻസേഴ്സ് കിട്ടും. അല്ലെങ്കിൽ അവിടെ മൂന്ന് രീതിയിലുള്ള എന്താ പറയുക, എയും സിയും തമ്മിൽ ഈ 3 റിലേഷൻഷിപ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അല്ലേ. സോ അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിലും എന്താണ്, കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. മനസ്സിലായോ? യെസ്. അപ്പോൾ ജനറലി എന്താണ്, സിമ്പിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ, ജനറലി നമുക്ക് സിമ്പിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും കനോട്ട് ബി ഡിറ്റർമൈൻഡ്, അല്ലെങ്കിൽ നോ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വി കനോട്ട് ഡിറൈവ് എനി കൈൻഡ് ഓഫ്. ഓപ്ഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്യുക, നെയ്തർ എ നോർ ബി, അല്ലെങ്കിൽ നെയ്തർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 എന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നോ റിലേഷൻഷിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ്ഡ് ഓൺ നിങ്ങളുടെ ഓപ്ഷൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. യെസ്. അപ്പോൾ ഇവിടെ ഇനി നോക്കിക്കോളൂ, എ ഗ്രേറ്റർ ദാൻ ബി, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി അല്ലേ. നമുക്ക് ഇതും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പം എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്, എ ലെസ് ദാൻ സി, എ ഈസ് ഈക്വൽ ടു സി, എ ഗ്രേറ്റർ ദാൻ സി. ഡൗട്ട് ഉണ്ടെങ്കിൽ വാല്യൂസ് കൊടുക്കാം. നമ്മളിവിടെ 4 കൊടുത്തു, ഇവിടെ 1 കൊടുക്കുന്നു. ഓക്കെ, 1 വേണ്ട, ഓക്കെ 1 കൊടുക്കാം. ഓക്കെ 1 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് ബിനേക്കാളും വലുതായിരിക്കും. 2, 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം. 2, 3 കൊടുക്കുമ്പം എനേക്കാളും ചെറുതാണ്, 4 കൊടുക്കുമ്പോൾ എന് ഈക്വൽ ആണ്, 5 കൊടുക്കുമ്പം ഗ്രേറ്റർ ആണ്. സോ ഇവിടെയും അതേപോലെ രണ്ടാമത്തെ കേസ് എന്താണ്, എ ഗ്രേറ്റർ ദാൻ ഓർ ബി ഈസ് ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ എ ഗ്രേറ്റർ ദാൻ സി ആണ്. പക്ഷേ ഇവിടെ നമുക്ക് കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആയതുകൊണ്ട് മൊത്തത്തിൽ നമുക്കൊരു ജനറൽ ആയ ഒരു റിലേഷൻഷിപ്പ് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഇവിടെ എന്താണ്, കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ് ഈ ഒരു കേസിലും. ഇവിടെ വേറൊരു കേസും കൂടെ ഉണ്ട് അല്ലേ, എ ലെസ് ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു സി, എ ലെസ് ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു സി എന്ന് പറയുമ്പം ഇവിടെ അതേപോലെ തന്നെ എ ലെസ് ദാൻ സി, എ ഗ്രേറ്റർ ദാൻ സി, എ ഈസ് ഈക്വൽ ടു സി വരും. രണ്ടാമത്തത് എന്ത് വരും, എ ലെസ് ദാൻ സി വരും. എ ലെസ് ദാൻ സി, അതായത് ഇവിടെ 2 കേസ് ഉണ്ട്. ഒന്ന് എ ലെസ് ദാൻ ബി ഗ്രേറ്റർ ദാൻ സി, അതേപോലെ എ ലെസ് ദാൻ ബി ഈസ് ഈക്വൽ ടു സി. ഈ കേസിലാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടണം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നമ്മൾ ഈ ഒരു സംഭവം വരുമ്പം എന്താണ്, ഈക്വൽ സൈൻ വരുമ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ എ ലെസ് ദാൻ സി എന്നുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടും. ഇതിനാണ് ഈ 3 കൺക്ലൂഷൻ കിട്ടണേ. അപ്പം നമുക്ക് യെസ് ഈ 5 കാറ്റഗറി, ഈ 6 കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഈ 3 കൺക്ലൂഷൻസിനെ അല്ലെങ്കിൽ ഈ 2 കേസിൽ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻസിനെ ഈ 6 കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ എന്താണ്, കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ 2 സിമ്പിൾസ് അല്ലെങ്കിൽ എന്താ പറയുക, മോർ ദാൻ 2 തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് 3 പേരുണ്ട്, അതിൽ 2 പേര് തമ്മിലുള്ള ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങേ അറ്റത്തും തമ്മിലുള്ള ആൾക്കാർ, ആ 2 ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. യെസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഐദർ ഓർ കേസസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഐദർ ഓർ കേസസ് ആണ്. ഐദർ ഓർ കേസ്, ഇൻഈക്വാലിറ്റീസിൽ ഐദർ ഓർ കേസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിലജിസത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇൻഈക്വാലിറ്റീസിലും ഐദർ ഓർ കേസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഐദർ ഓർ കേസസ് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് റൂൾസ് ഉണ്ട്, നോക്കിക്കോളൂ. ഐദർ ഓർ കേസിന് നമുക്ക് 2 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഐദർ ഓർ കേസ്, ഫസ്റ്റ് ഐദർ ഓർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെഫിനിറ്റ് റിലേഷൻഷിപ്സ് ആണ് കിട്ടണത്. ഒന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെഫിനിറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും നമുക്ക് ആ 2 വാല്യൂസ് അല്ലെങ്കിൽ ആ 2 വേരിയബിൾസ് തമ്മിൽ നമുക്ക് കിട്ടണം. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ നോ റിലേഷൻഷിപ്പ്. ഇപ്പം നമ്മൾ 2 പേര് തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യണ സമയത്ത് നമ്മൾ കണ്ടു, ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി
ഗ്രേറ്റർ ദാൻ സി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ നമ്മളൊരു റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യും. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി. എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര ഓപ്ഷൻസ്, എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 2 പോസിബിലിറ്റീസ് അല്ലെങ്കിൽ 2 കേസ് ഉണ്ട്. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി, എ ഇസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി അല്ലേ? എ ഇസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി. അല്ല, ഓക്കെ, ഇവിടെ ശരിയാവില്ല, ഇത് വേണ്ട. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈക്വൽ സൈൻ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈക്വൽ സൈൻ കൊടുക്കാം. നോക്കിക്കോളൂ, എ ഗ്രേറ്റർ ദാൻ ബി ഇസ് ഈക്വൽ ടു സി, അതാണ് നമ്മുടെ ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് എ ഇസ് ഈക്വൽ ടു ബി, എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി അല്ലേ? രണ്ടാമത്തെ കേസ് എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി. ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് കിട്ടും? എ ഗ്രേറ്റർ ദാൻ സി കിട്ടും. രണ്ടാമത്തെ കേസിൽ നമുക്ക് എ ഇസ് ഈക്വൽ ടു സി കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എന്താണ്? എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ കിട്ടി? ഒരു ഇൻഡെഫിനിറ്റ് ആയ റിലേഷൻഷിപ്പ് കിട്ടി. എന്തുകൊണ്ടാണ് നമ്മൾ ഈ റിലേഷൻഷിപ്പിനെ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്? അവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന സിമ്പൽ ഇൻഡെഫിനിറ്റ് സിമ്പലാണ്. നമ്മുടെ ഈ ഒരു സെഷന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് ഡെഫിനിറ്റ് സിമ്പിൾസ്, എന്താണ് ഇൻഡെഫിനിറ്റ് സിമ്പിൾസ്, എന്തുകൊണ്ടാണ് അതിന് ഒരു 3 സെറ്റ് ഓഫ് സിമ്പിൾസിനെ നമ്മൾ ഡെഫിനിറ്റ് എന്ന് പറയണത്, മറ്റേതിനെ ഇൻഡെഫിനിറ്റ് എന്ന് എന്തുകൊണ്ടാണ് പറയണത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. ഇവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ്, ഇൻഡെഫിനിറ്റ് റിലേഷൻഷിപ്പിൽ വന്നതാണ് ഇത്. അപ്പൊ നോ റിലേഷൻ എന്താണ്? നോ റിലേഷൻ എന്ന് പറയുമ്പോൾ 2 സിമ്പിൾസ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ, 2 സിമ്പിൾസ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോഴാണ് നമ്മൾ നോ റിലേഷൻ എന്ന് പറയണം. മനസ്സിലായല്ലോ? അപ്പൊ ഇൻഡെഫിനിറ്റ് റിലേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഈ 2 കേസിലും നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. സോ നമുക്ക് ആ റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ നമ്മുടെ റിലേഷൻഷിപ്പ് ഇൻഡെഫിനിറ്റ് റിലേഷൻഷിപ്പ് ആയാലും നോ റിലേഷൻഷിപ്പ് ആയാലും അതിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ബോത്ത് ദ വേരിയബിൾസ് ഷുഡ് ബി സെയിം, അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന ആ 2 വേരിയബിൾസും സെയിം ആയിരിക്കണം. ബോത്ത് ദ വേരിയബിൾസ് ഷുഡ് ബി സെയിം. അതായത് നമ്മൾ ആദ്യത്തെ കൺക്ലൂഷൻ നമ്മൾ ഐദർ ഓർ കേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 കൺക്ലൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എനെയും സിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ അതേ കാറ്റഗറി, അതായത് ഐദർ ഓർ കേസിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ രണ്ടാമത്തെ കൺക്ലൂഷനും എന്തായിരിക്കണം? എനെയും സിനെയും കണക്ട് ചെയ്യണത് തന്നെ ആയിരിക്കണം. ബോത്ത് ദി വേരിയബിൾസ് ഷുഡ് ബി സെയിം. ബോത്ത് ദി വേരിയബിൾസ് ഷുഡ് ബി സെയിം. ഓക്കെ, രണ്ടിതിലും അങ്ങനെയാണ്. ഇൻഡെഫിനിറ്റ് ആയാലും ശരി, അതേപോലെ നോ റിലേഷൻഷിപ്പ് ആണെങ്കിലും ആദ്യത്തെ പോയിന്റ് സെയിം ആണ്, രണ്ടാമത്തെ പോയിന്റും സെയിം ആണ്. ബോത്ത് ദ കൺക്ലൂഷൻസ് ഷുഡ് ബി ഇൻഡിവിജ്വലി റോങ്. ബോത്ത് ദി കൺക്ലൂഷൻസ് ഷുഡ് ബി ഇൻഡിവിജ്വലി റോങ് അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ആ ഒരു കൺക്ലൂഷൻസ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ, ഒറ്റയ്ക്ക് നമ്മൾ ആ ഒരു കൺക്ലൂഷൻ മാത്രം എടുക്കുമ്പം ആ കൺക്ലൂഷൻ എന്തായിരിക്കണം? റോങ് ആയിരിക്കണം. ബോത്ത് ദി, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ബോത്ത് ദി കൺക്ലൂഷൻസ് ഷുഡ് ബി ഇൻഡിവിജ്വലി റോങ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. മൂന്നാമത്തതും നമ്മൾ പറയുമ്പോൾ മൂന്നാമത്തതും സെയിം ആണ്. നോക്കിക്കോളൂ. when both the conclusions are considered together it should form the actual conclusion. ആ സെയിം ആണ് നമ്മുടെ ഇവിടെയും. ബോത്ത് ദി when both the conclusions are considered together it should form the actual conclusion. സോ ഇതാണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് റിലേഷൻഷിപ്പ് ആയാലും
നോ റിലേഷൻഷിപ്പ് ആയാലും ഐദർ ഓർ കേസ് ആണെങ്കിൽ നമ്മുടെ ആ രണ്ട് കൺക്ലൂഷനിൽ ഐദർ ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കൺക്ലൂഷൻസിനാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണത്. ആ രണ്ട് കൺക്ലൂഷൻസിലും നമ്മൾ എന്താണ് സെയിം വേരിയബിളിനെ ആയിരിക്കണം നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ആ രണ്ട് കൺക്ലൂഷൻസും ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം. ആ രണ്ട് കൺക്ലൂഷൻസിനെയും നമ്മൾ ടുഗദറായി കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടും കൂടെ നമ്മൾ ഒന്നിച്ച് കൺസിഡർ ചെയ്യുമ്പം യെസ് നമുക്ക് കിട്ടേണ്ട ആക്ച്വൽ കൺക്ലൂഷൻ ആയിരിക്കണം അത്. ആ രണ്ട് കൺക്ലൂഷൻസിനെയും നമ്മൾ ഒന്നിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആക്ച്വൽ കൺക്ലൂഷൻ ആയിരിക്കണം അത്. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് ഇൻഡെഫിനിറ്റ് റിലേഷൻഷിപ്പും അതേപോലെ നമ്മുടെ നോ റിലേഷൻഷിപ്പിലും ഉള്ള ഡിഫറൻസ് എന്താണ് അത് നോക്കിക്കോളൂ. നമ്മുടെ ആദ്യത്തെ രണ്ട് കൺക്ലൂഷൻസ് രണ്ടിലും സെയിം ആണ്. മൂന്നാമത്തെ കൺക്ലൂഷനും അതിൻ്റെ സെൻസ് സെയിം ആണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ റിലേഷൻഷിപ്പ്, അതായത് രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഇൻഡെഫിനിറ്റ് ആയ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കൺക്ലൂഷൻസിൽ രണ്ട് സിമ്പിൾസേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ. ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ. നമ്മൾ കണ്ടു, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടായിരുന്നു. ഇൻഡെഫിനിറ്റ് റിലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടു, അവർ തമ്മിൽ നമ്മൾ രണ്ട് റിലേഷൻഷിപ്സ് ആയിരുന്നു ഡിറൈവ് ചെയ്ത. ഒന്ന് എ ഗ്രേറ്റർ ദാൻ സി ആയിരുന്നു, മറ്റേത് എ ഇസ് ഈക്വൽ ടു സി ആയിരുന്നു, അല്ലേ? അങ്ങനെ രണ്ട് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, രണ്ട് സിമ്പിൾസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അത് ഈ മൂന്ന് കോമ്പിനേഷനിൽ, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ആവാം, ഏതായാലും കുഴപ്പമില്ല. ഏത് കേസിൽ? ഇൻഡെഫിനിറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും. ഇനി രണ്ട് വേരിയബിൾസ് തമ്മിൽ നോ റിലേഷൻ ആണെന്ന് വിചാരിച്ചോളൂ. രണ്ട് വേരിയബിൾസ് തമ്മിൽ നോ റിലേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് അല്ല, അവിടെ നമുക്ക് മൂന്ന് പോസിബിലിറ്റീസ് ആണ് നമ്മൾ കണ്ടത്, അല്ലേ? ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് ദാൻ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കാം. ഇങ്ങനെ മൂന്ന് പോസിബിലിറ്റീസ് ആയിരുന്നു നമ്മൾ നോ റിലേഷൻഷിപ്പിൽ നമ്മൾ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ, അല്ലേ? യെസ്. അപ്പോൾ അതുകൊണ്ട് നോ റിലേഷൻഷിപ്പിലാണ്, അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ, എന്താ പറയുക, അവർ തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി ഡിറ്റർമൈൻഡ്, അല്ലെങ്കിൽ നോ റിലേഷൻ എന്നുള്ള കാറ്റഗറിയിലാണെങ്കിൽ അതിൻ്റെ ആൻസേഴ്സിൽ എങ്ങനെയായിരിക്കും കോമ്പിനേഷൻ? ഗ്രേറ്റർ ദാൻ ഉണ്ടാവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മൂന്ന് സിമ്പിൾസ് ഉണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ലെസ് ദാൻ ഉണ്ടാവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ. അതും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഈക്വൽ ടു ഉണ്ടാവും, ഇങ്ങനെ. സോ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ. അപ്പോൾ എന്താണ്? നോ റിലേഷൻഷിപ്പിൽ നമുക്ക് മൂന്ന് സിമ്പിൾസ് ഉണ്ടാവും. ഗ്രേറ്റർ ദാനും ഉണ്ടാവും, ലെസ് ദാനും ഉണ്ടാവും, ഈക്വൽ ടു ഉണ്ടാവും. അതേപോലെ ഇൻഡെഫിനിറ്റ് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ്? നമുക്ക് രണ്ട് സിമ്പിൾസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ. മനസ്സിലായല്ലോ? നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ആ ഒരു എന്താ പറയുക, ആ പോയിന്റിലാണ് നമുക്ക് ചെറിയൊരു വ്യത്യാസം ഉള്ളത്. നമുക്ക് രണ്ട് കൺക്ലൂഷൻസും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ കൺക്ലൂഷൻ അല്ലെങ്കിൽ ആക്ച്വൽ കൺക്ലൂഷൻ ആണ് കിട്ടേണ്ടതെങ്കിൽ ഇൻഡെഫിനിറ്റ് റിലേഷൻഷിപ്പിൽ അവിടെ നമുക്ക് രണ്ട് റിലേഷൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ആക്ച്വൽ കൺക്ലൂഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ പോയിന്റ് അനുസരിച്ച് നമ്മൾ നോ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം നമുക്ക് അവിടെ ആ രണ്ട് വേരിയബിൾസ് തമ്മിൽ മൂന്ന് റിലേഷൻഷിപ്സ് നമുക്ക് കിട്ടണം. അപ്പം അങ്ങനെ മൂന്ന് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നോ റിലേഷൻ ആണെങ്കിൽ, ഏത് സിറ്റുവേഷനിലാണ് നോ റിലേഷൻ വന്നത്? രണ്ടിൻ്റെയും, അതായത് ആ രണ്ട് വേരിയബിൾസിനെയും കണക്ട് ചെയ്യുന്ന സിമ്പിൾസ്, അല്ലെ, ആ രണ്ട് വേരിയബിൾസിനെയും കണക്ട് ചെയ്യുന്ന സിമ്പിൾസ് രണ്ട് ഡയറക്ഷനിലാവുമ്പോൾ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോഴാണ് നോ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. സോ ആ സിറ്റുവേഷൻസിൽ നമുക്ക് എന്തുണ്ടാവും? മൂന്ന് സിമ്പിൾസ് ഉണ്ടാവും. മനസ്സിലായോ? യെസ്. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ഇൻഈക്വാലിറ്റീസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക്സ്. ഇനി നമുക്ക് എക്സാമിനേഷനിൽ അവർ ക്വസ്റ്റ്യൻ തരുമ്പോൾ, ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം എ ഗ്രേറ്റർ ദാൻ ബി ഇസ് ഈക്വൽ ടു സി, അല്ലെങ്കിൽ എ ലെസ് ദാൻ ബി ഗ്രേറ്റർ ദാൻ സി, ഇങ്ങനെയുള്ള രീതിയിൽ മൂന്ന് വേരിയബിൾസേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് ഒന്ന് ഇടപെട്ടിട്ടുള്ള ഒരാളുടെ റിലേഷനായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ തരുമ്പം എപ്പോഴും ഇങ്ങനെ മൂന്ന് വേരിയബിൾസ് തന്നെ തന്നിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും, അല്ലേ? ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും. യെസ്, ചിലപ്പോൾ ഇങ്ങേ അറ്റത്തോ അങ്ങേ അറ്റത്തോ ഉള്ള ആളുടെ റിലേഷൻ ആയിരിക്കും ഡിറൈവ് ചെയ്യാൻ പറയുന്നത്.
നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എ ഗ്രേറ്റർ ദാൻ ബി ഈസ് ഈക്വൽ ടു സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ഗ്രേറ്റർ ദാൻ ഇ. നിങ്ങളോട് എയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞതെന്നിരിക്കട്ടെ. ഇവിടെ നിങ്ങളുടെ അടുത്ത് എയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നമുക്കറിയാം നമ്മൾ ആദ്യം എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യും. എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ബി എന്നുള്ള ഈ ഒരു കോമൺ ആയ ആ ഒരു വേരിയബിളിനെ വെച്ചിട്ട് എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യും. അപ്പോൾ നമുക്ക് ആരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടും, എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കിട്ടും. നമ്മുടെ ഈ ഒരു കളിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കളിയിൽ നിന്ന് നമ്മൾ ബീനെ ഒഴിവാക്കി. ഇനി എന്താണ്, നമുക്ക് എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടി. അപ്പോൾ സി എന്നുള്ള കോമൺ വേരിയബിൾ എനും ഉണ്ട് ഡിക്കും ഉണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യും, എയും ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യും. എന്നിട്ട് ഈ ഗെയിമിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കും, സീനെ നമ്മൾ ഒഴിവാക്കും. പിന്നെ നമുക്കപ്പോൾ എയും ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം, ഡിയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാം. കോമൺ വേരിയബിൾ ഡി യൂസ് ചെയ്ത് നമ്മൾ എയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഡിറൈവ് ചെയ്യും. ഈ ഗെയിമിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കും, നമ്മൾ ഡീനെ ഒഴിവാക്കും. ഇതാണ് നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇതാണ്. അപ്പം നമ്മൾ നേരത്തെ എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്തപ്പം ഞാൻ ഓരോ വാല്യൂസ് അല്ലേ, ന്യൂമറിക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു ഞാൻ കണ്ടുപിടിച്ചത്. നോക്കിക്കോളൂ, എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയ ഒരു വാല്യൂ ആണ്. സോ ഞാൻ 10 കൊടുത്തു എന്നിരിക്കട്ടെ. ലെസ് ദാൻ ബി ആണ്, സോ ഞാനിപ്പോൾ ഒരു 8 കൊടുത്തു. ഈസ് ഈക്വൽ ടു സി ആണ്, സോ ഞാനൊരു 8 കൊടുത്തു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 2 കേസ് ഉണ്ട്. ഒന്നെങ്കിൽ എനിക്ക് 7 കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് 8 തന്നെ കൊടുക്കാം അല്ലേ. അപ്പം ഞാൻ 7 കൊടുത്തു കഴിയുമ്പം എന്താണ്, 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്, സോ എനിക്ക് 6 കൊടുക്കാം. ഇവിടെയും എനിക്ക് 6 കൊടുക്കാം, അല്ലെങ്കിൽ ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം അല്ലേ. യെസ്, 8 എന്ന് പറയുന്നത് 6-നേക്കാളും വലുതാണ്, 7 എന്ന് പറയുന്നത് 6-നേക്കാളും വലുതാണ്. സോ ഈ 2 കേസ് ഉണ്ട്. അപ്പം ഞാൻ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എയും 10ഉം 8ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുന്നു. 10 ഗ്രേറ്റർ ദാൻ 8 ആണ്, പിന്നെ 7 ആണ്, പിന്നെ എനിക്ക് 6 കിട്ടി. സോ എയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, എ ഗ്രേറ്റർ ദാൻ ഇ ആണ്. എ ഗ്രേറ്റർ ദാൻ ഇ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് കുറേ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ന്യൂമറിക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ അങ്ങനെ കണ്ടുപിടിക്കാൻ നിന്ന് കഴിയുമ്പോൾ എന്താവും, നമുക്ക് കുറേ ടൈം പോകും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം നോക്കിക്കോളൂ. ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. നോക്കിക്കോളൂ. അതായത് നമ്മളിവിടെ എന്താണ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്, ഓരോ വേരിയബിൾ വീതം സ്കിപ്പ് ചെയ്താണ് പോണത് അല്ലേ. ഇപ്പം ഇവിടെ ഒരുപാട് വേരിയബിൾസ് ഉണ്ടായിരുന്നു. ഇങ്ങേ അറ്റത്തുണ്ടായിരുന്ന എയും അങ്ങേ അറ്റത്തുണ്ടായിരുന്ന ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ എയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ആയിട്ടല്ല ഡിറൈവ് ചെയ്ത്, ആദ്യം എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്തു. എന്നിട്ട് എയും ഡിയും തമ്മിലുള്ള അങ്ങനെ ഓരോന്ന് വിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. സോ അപ്പോൾ നമ്മൾ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഓർത്തോളൂ, 3 വേരിയബിൾസിനെയും കണക്ട് ചെയ്യുന്ന 2 സിമ്പലും സെയിം ആണെങ്കിൽ അല്ലേ, ഈ 3 വേരിയബിൾസിനെയും കണക്ട് ചെയ്യണം 2 സിമ്പലും 1 ആൻഡ് ദ സെയിം ആണെങ്കിൽ, ഒരുപാട് കേസ് ഉണ്ട് സെയിം ആവുന്ന സിറ്റുവേഷൻസ്. എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു സി, എ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു സി അല്ലേ. യെസ്, ഇങ്ങനെയുള്ള കേസസിൽ ഇവിടെ എല്ലാം ആ 3 വേരിയബിൾസിനെയും കണക്ട് ചെയ്യുന്ന 2 സിമ്പിൾസും സെയിം ആണ്. സോ അവിടെ ഏത് സിമ്പിളാണോ തന്നിട്ടുള്ളത് അതായിരിക്കും ഇങ്ങേ അറ്റത്തും അങ്ങേ അറ്റത്തും ഉള്ളതിൻ്റെ റിലേഷൻ. എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുമ്പം എ ഗ്രേറ്റർ ദാൻ സി, എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി എന്ന് പറയുമ്പോൾ എ ലെസ് ദാൻ സി, എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു സി എന്ന് പറയുമ്പം എ ഈസ് ഈക്വൽ ടു സി. ഇവിടെ എന്ത് കിട്ടും, എ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു സി, ഇവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അപ്പോൾ 2 സിമ്പിൾസും, അപ്പോൾ ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്. എയും സിനെയും കണക്ട് ചെയ്യുന്ന കോമൺ വേരിയബിൾ ബി ആണ്.
എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്ത സിമ്പലും ബിയും സിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത സിമ്പലും രണ്ടും സെയിം ആണെങ്കിൽ എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും ആ സിമ്പൽ തന്നെയായിരിക്കും. സോ എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ സി. അപ്പോൾ നമ്മളവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ കേസ് നോക്കിക്കോളൂ. ഏതെങ്കിലും ഒന്ന് ഈക്വൽ സൈൻ ആണെങ്കിൽ എ ലെസ് ദാൻ ബി ഇസ് ഈക്വൽ ടു സി, അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി, എ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി. ഇനി അതല്ല ഇങ്ങനെയും വരാം അല്ലേ, എ ഇസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി, എ ഇസ് ഈക്വൽ ടു ബി ലെസ് ദാൻ സി, എ ഇസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി, എ ഇസ് ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. സോ ഈ സിറ്റുവേഷൻസിലെല്ലാം മൂന്ന് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് തന്നിട്ടുള്ളത്. ഏതോ രണ്ട് പേര്, അതായത് ഒന്നെങ്കിൽ നമ്മുടെ ഫസ്റ്റ് 4 കേസിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ബിയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഈക്വൽ ആണ്. രണ്ടാമത്തെ കേസിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവർ ആ രണ്ട് വാല്യൂസും ഈക്വൽ ആണ്. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആര് രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നതാണ്? ബിനെയും സിനെയും കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ തന്നിട്ടുണ്ടെങ്കിലും, അതായത് 3 വേരിയബിൾസ് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ 2 പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈക്വൽ ആണെങ്കിൽ, അത് ഏത് വേണമെങ്കിലും ആവാം, ആദ്യത്തെ 2 ആവാം, രണ്ടാമത്തെ 2 ആവാം, ഈ രണ്ട് രീതിയിലും ആവാം. അങ്ങനെയെങ്കിൽ ഈക്വൽ സൈൻ വിട്ടിട്ടുള്ള മറ്റേ സൈൻ എന്താണോ അല്ലെങ്കിൽ മറ്റേ റിലേഷൻ എന്താണോ അതായിരിക്കും ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താണ്? എ ഗ്രേറ്റർ ദാൻ ബി ഇസ് ഈക്വൽ ടു സി ആണ്. സോ ഇവിടെ എ ഗ്രേറ്റർ ദാൻ സി ആണ്. എ ലെസ് ദാൻ ബി ഇസ് ഈക്വൽ ടു സി ആണ്. സോ എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എ ലെസ് ദാൻ സി ആണ്. ഇവിടെ എന്താ? എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി ആ, ഇവിടെ എ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി ആണ്. മനസ്സിലായോ? എ ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവും ഈക്വൽ സൈനും ആണോ ഉള്ളത്. സോ എയും സിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി ആണ്. അതേപോലെ എ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി, എ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി ആണ്. സോ ഇവിടെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി ആണ്. മനസ്സിലായോ? യെസ്. ഇവിടെയും അതേപോലെ ഒന്ന് ഈക്വൽ സൈൻ ആണ്. സോ മറ്റേത് എന്താണ്? എ ഗ്രേറ്റർ ദാൻ സി, എ ലെസ് ദാൻ സി, എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി, എ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ. എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയ ഒരു വാല്യൂ ആണ്, ഇസ് ഈക്വൽ ടു 8 അല്ലേ? ഇവിടെ എന്താണ്? 7 ആണ്. 7 ലെസ് ആയ ഒരു വാല്യൂ ആണ്, 8 ഇസ് ഈക്വൽ ടു 8. ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? 9 ഉണ്ട്. ഗ്രേറ്റർ ആണ്, ലെസ് ആവുമ്പോൾ ഇവിടെ 8 ആണ്, ഇവിടെ 8 ആണ്. അതേപോലെ ഇവിടെ നമ്മൾ പറയുമ്പോൾ 9 9 9, നമുക്കിവിടെ എന്ത് കിട്ടി? എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി എന്നുള്ളത് കിട്ടി. അതേപോലെ ആയിരിക്കും ഇവിടെയും. നമ്മൾ ഇവിടെ 9 എന്ന് എടുത്തു, അപ്പോൾ ഇവിടെ 10 കിട്ടി, ഇവിടെ 10 കിട്ടി. ഇവിടെ എ ലെസ് ദാൻ സി ആണ്. ഇവിടെ 9 എടുത്തു, 9 എടുത്തു, 9 എടുത്തു, ഇവിടെ എ ഇസ് ഈക്വൽ ടു സി ആണ്. സോ എ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഇനി രണ്ടാമത്തത് നോക്കിക്കോളും. ഇവിടെ നമുക്ക് 7 7 ഉണ്ട്. സി എന്ന് പറയുന്നത് ഇതിനേക്കാളും ചെറുതായിരിക്കണം. സോ എന്താണ്? നമുക്ക് എന്ത് കിട്ടി? എ ഗ്രേറ്റർ ദാൻ സി കിട്ടി. ഇവിടെ 7 7 സി വലുതായിരിക്കണം. ഇവിടെ എന്ത് കിട്ടി? എ ലെസ് ദാൻ സി കിട്ടി. ഇവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്. 7 7 7 ഈക്വൽ സൈൻ കൺസിഡർ ചെയ്യുമ്പോൾ എ ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടി. ഇനി 7 7 ചെറിയ വാല്യൂ കൺസിഡർ ചെയ്യുമ്പം എ ഗ്രേറ്റർ ദാൻ സി എന്ന് കിട്ടി. താഴത്തതിലോ 7 7 7 കിട്ടി. അതേപോലെ 7 7 ഒരു ഗ്രേറ്റർ ആയ വാല്യൂ ആവുമ്പോൾ എ ഗ്രേറ്റർ ദാൻ സി എന്ന് കിട്ടി. സോ എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി. മനസ്സിലായല്ലോ? സോ ഇങ്ങനെ ഒന്ന് ഈക്വൽ സൈൻ ആണെങ്കിൽ 3 വേരിയബിൾസ് തമ്മിൽ ഓരോരുത്തരും ആ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പിൽ ഒന്ന് ഈക്വൽ സൈൻ ആണെങ്കിൽ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമുള്ള ആ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഈക്വൽ സൈൻ അല്ല, മറ്റേ റിലേഷൻ എന്താണോ അത് ഏത് സൈഡിലായാലും കുഴപ്പമില്ല, അത് ഏത് റിലേഷൻ ആയാലും കുഴപ്പമില്ല, ആ റിലേഷൻ ആയിരിക്കും ആ 2 വേരിയബിൾസിൻ്റേത്. മനസ്സിലായോ? യെസ്.
ഓക്കെ, യെസ്. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണുള്ളത് നോക്കിക്കോളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി, എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി അല്ലേ. അതേപോലെ എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ സി അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കേസാണുള്ളത്. അപ്പോൾ ഇങ്ങനെ, അതായത് ഒന്ന് ഡെഫിനിറ്റും ഒന്ന് ഇൻഡെഫിനിറ്റും അല്ലേ. നമുക്ക് രണ്ട് സിമ്പിൾസ് ഉണ്ട്, ഒന്ന് ഡെഫിനിറ്റും ഒന്ന് ഇൻഡെഫിനിറ്റും ആണെങ്കിൽ നിങ്ങൾ ഡയറക്ഷൻ ശ്രദ്ധിക്കണേ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് എന്തായി? ന്യൂ റിലേഷൻ ആയി. യെസ്, സെയിം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതെല്ലാം സെയിം ഡയറക്ഷനിൽ വരുമ്പോഴാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യണ കാര്യങ്ങളെല്ലാം. യെസ്, അപ്പോൾ സെയിം ഡയറക്ഷൻ ആണ്, ഒന്ന് ഡെഫിനിറ്റും ഒന്ന് ഇൻഡെഫിനിറ്റും ആണെങ്കിൽ അവിടെ ആര് ജയിക്കും? ഇവിടെ ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും തമ്മിലുള്ള യുദ്ധത്തിൽ എപ്പോഴും ആരാണ് ജയിക്കുക? ഡെഫിനിറ്റ് ആണ് ജയിക്കണേ. സോ എ ഗ്രേറ്റർ ദാൻ സി. അതേപോലെ ഇവിടെ എന്താ? എ ലെസ് ദാൻ സി. ഇവിടെ എന്ത് കിട്ടും? എ ഗ്രേറ്റർ ദാൻ സി, ഇവിടെ എ ലെസ് ദാൻ സി. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. 7 ഉണ്ട്, 6 ഉണ്ട്, ഈക്വൽ ആയിട്ട് വരുമ്പോൾ 6 കിട്ടും, എ ഗ്രേറ്റർ ദാൻ സി. 7 ഉണ്ട്, 6 ഉണ്ട്, ലെസ് ആയിട്ട് കിട്ടുമ്പോൾ 5 കിട്ടും, എ ഗ്രേറ്റർ ദാൻ സി അല്ലേ. ഇനി രണ്ടാമത്തെ നോക്കിക്കോളൂ, എ ലെസ് ദാൻ ബി ആണ്. 8 ഉണ്ട്, ഇവിടെ എന്ത് കിട്ടി? എ ലെസ് ദാൻ സി കിട്ടി. ഇവിടെ നമുക്ക് 8 കിട്ടി, ഗ്രേറ്റർ ആയ ഒരു വാല്യൂ വേണം, അപ്പോഴും എ ലെസ് ദാൻ സി കിട്ടി. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്താ? ഇവിടെ എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി, എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി. സോ ഈ സിറ്റുവേഷനിൽ എന്താണ്? എ 7 കൊടുത്തു, ഈക്വൽ ആണെങ്കിൽ 7 കിട്ടി, 6 കിട്ടി, എ ഗ്രേറ്റർ ദാൻ സി. 7 ലെസ് ആണെങ്കിൽ 6 കൊടുത്തു, 5 കൊടുത്തു, എ ഗ്രേറ്റർ ദാൻ സി അല്ലേ. അതേപോലെ എ ലെസ് ആണെങ്കിൽ അത് ഈക്വൽ സൈൻ കൊടുക്കുക. ഇവിടെ 8 കിട്ടി, എ ലെസ് ദാൻ സി. ലെസ് ആയ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ 6 കിട്ടും, സോറി ഇവിടെ ഗ്രേറ്റർ ആണ് അല്ലേ. ഇവിടെ ഗ്രേറ്റർ ആയ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ 8 കിട്ടും, അതിനേക്കാളും ഗ്രേറ്റർ കൊടുക്കുമ്പം എ ലെസ് ദാൻ സി എന്നുള്ളൊരു വാല്യൂ കിട്ടും. സോ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിവിടെ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സെയിം സിമ്പിൾ ആണെങ്കിൽ അല്ലേ, 3 വേരിയബിൾസ് ഉണ്ട്, ആ 3 വേരിയബിൾസിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തുണ്ടാവും? 2 സിമ്പിൾസ് ഉണ്ടാവും. അപ്പോൾ ആ 2 സിമ്പിൾസും സെയിം ആണെങ്കിൽ അല്ലേ, 2 സിമ്പിൾസും സെയിം ആണ്. ഏതൊക്കെയാണ് കോമ്പിനേഷൻ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു. അതേപോലെ ഇവിടെ ആണെങ്കിൽ ഈ സിമ്പിൾ ഏതാണോ, സെയിം ആയ സിമ്പിൾ ഏതാണോ അതായിരിക്കും മറ്റേ 2 വേരിയബിൾസ് അല്ലെ, അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും. ആ 3 വേരിയബിൾസിൽ ഫസ്റ്റത്തെയും തേർഡ് വണ്ണിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്തായിരിക്കും? ഈ സെയിം സിമ്പിൾ ഏതാണോ അതാണ്. ഇനി ഈ 3 പേരെയും കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പിൽ ഒന്ന് ഈക്വൽ സൈൻ ആണ്, മറ്റേത് ഏത് വേണമെങ്കിലും ആവാം. ഗ്രേറ്റർ ആവാം, ലെസ് ആവാം, ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ആവാം, ലെസ് ഓർ ഈക്വൽ ടു ആവാം, ഏതായാലും. അപ്പോൾ ഫസ്റ്റും തേർഡിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്തായിരിക്കും? ഈക്വൽ സൈൻ അല്ലാതെ മറ്റേ റിലേഷൻ ഏതാണോ, രണ്ടിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഗ്രേറ്റർ ആണെങ്കിൽ ഫസ്റ്റും തേർഡിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഗ്രേറ്റർ ആയിരിക്കും, ലെസ് ആണെങ്കിൽ ലെസ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഒന്ന് ഡെഫിനിറ്റും ഒന്ന് ഇൻഡെഫിനിറ്റും ആണെങ്കിൽ അല്ലേ, ഒന്ന് ഡെഫിനിറ്റും ഒന്ന് ഇൻഡെഫിനിറ്റും ആണ്. ഇവിടെ യുദ്ധം ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും തമ്മിലാണെങ്കിൽ ആരായിരിക്കും ജയിക്കണേ? ഡെഫിനിറ്റ് ആയിരിക്കും ജയിക്കണേ. ഈക്വൽ സൈനും യുദ്ധം ഈക്വൽ സൈനും അതിൻ്റെ കൂടെ ഉള്ളത് ഡെഫിനിറ്റ് ആയാലും ഇൻഡെഫിനിറ്റ് ആയാലും ആരായിരിക്കും ജയിക്കാൻ പോണത്? ആ ഡെഫിനിറ്റോ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റോ ആയിരിക്കും ജയിക്കാൻ പോണത്. അപ്പോൾ ഓർത്തിരിക്കുക, ഏറ്റവും വീക്കായ ആൾ ആരാണ്? ഈക്വൽ സൈൻ ആണ്. ഏറ്റവും വീക്കായ ആൾ ഈക്വൽ സൈൻ ആണ്, അതിനുശേഷം ഡെഫിനിറ്റ് ആണ്, അതിനുശേഷം ഏറ്റവും വീക്കായ ആൾ ഈക്വൽ സൈൻ ആണ്, അതിനുശേഷം ഇൻഡെഫിനിറ്റാ, അതിനുശേഷം നമ്മുടെ ഡെഫിനിറ്റ് ആണ്. ഏറ്റവും സ്ട്രോങ് ആയ ആൾ ആരാണ്? ഡെഫിനിറ്റ് ആണ്. ഡെഫിനിറ്റ് ആരുടെ കൂടെ മത്സരിച്ചാലും ആര് ജയിക്കും? ഡെഫിനിറ്റ് ജയിക്കും. ഡെഫിനിറ്റ് ഈക്വൽ സൈനിൻ്റെ കൂടെ മത്സരിച്ചാലും ഡെഫിനിറ്റ് ജയിക്കും, ഇൻഡെഫിനിറ്റിൻ്റെ കൂടെ മത്സരിച്ചാലും ഡെഫിനിറ്റ് ജയിക്കും. അതേപോലെ ഇൻഡെഫിനിറ്റ് ആരുടെ കൂടെ മത്സരിക്കുമ്പോഴാണ് ജയിക്കണേ? ഈക്വൽ സൈനിൻ്റെ കൂടെ മത്സരിക്കുമ്പോൾ മാത്രമേ ആര് ജയിക്കുകയുള്ളൂ? ഇൻഡെഫിനിറ്റ് ജയിക്കുകയുള്ളൂ. ഈക്വൽ സൈനിൻ്റെ കൂടെ ഉള്ള ആൾ ഈക്വൽ സൈൻ ആവുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഈക്വൽ എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കി തുടങ്ങാം അല്ലേ. നമ്മൾ ഏകദേശം മനസ്സിലാക്കിയിരിക്കേണ്ട
തിയറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇൻഡെഫിനിറ്റ് ഡെഫിനിറ്റ് ഡിസ്കസ് ചെയ്തു, ഇൻഇക്വാലിറ്റീസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ല, അതിലുള്ള കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അങ്ങനെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ, എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു. യെസ്, ഐദർ ഓർ കേസസ് ഡിസ്കസ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഇൻഇക്വാലിറ്റീസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കിനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കി തുടങ്ങാം. എത്ര കൂടുതൽ, അത് ഏത് ചാപ്റ്റർ ആയാലും ഏത് ടോപ്പിക് ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും എത്ര കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ അത്രയും നമ്മുടെ സ്പീഡും നമ്മുടെ എഫിഷ്യൻസിയും നമ്മുടെ ഐഡിയാസൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കാം അല്ലേ.